ഈ ഈ ആത്മസാക്ഷാത്കാരം അല്ലെങ്കിൽ സ്വപ്ന സാക്ഷാത്കാരം നമുക്ക് പറഞ്ഞു തന്നിരുന്നോ? രണ്ടും ഡിഫറൻറ്റ് പറഞ്ഞു തന്നോ? ആത്മാവിന്റെയും സ്വപ്നത്തിന്റെയും ഡിഫറൻസ് പറഞ്ഞു തന്നോ? പറഞ്ഞില്ലേ? ഉറപ്പല്ലേ? ആത്മസാക്ഷാത്കാരം എന്താണെന്നും സ്വപ്ന സാക്ഷാത്കാരം എന്താണെന്നും പറഞ്ഞു തന്നോ? ഉറപ്പല്ലേ? കഴിഞ്ഞല്ലേ? രജീഷ് ഇല്ലെന്ന് പറഞ്ഞിട്ടല്ലോ. ഇല്ലെന്ന് പറഞ്ഞിട്ടല്ലോ. ചേട്ടാ അത് പറഞ്ഞിട്ടില്ലെന്നാണ് എനിക്കും തോന്നുന്നത്. ശരി. ശരി, വ്യത്യാസം പറഞ്ഞിട്ടില്ലെന്നല്ലേ? ശരി, ഞാൻ ക്ലിയർ ആക്കി തരാം. ഓക്കെ 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 ശരി. സോ ഇന്നത്തെ നമ്മുടെ വിഷയം സ്വപ്ന സാക്ഷാത്കാരം, ആത്മസാക്ഷാത്കാരം. ഓക്കെ, സ്വപ്ന സാക്ഷാത്കാരവും ആത്മസാക്ഷാത്കാരവും അത് ഞാനൊരു വേർഡ് എപ്പോഴും പറയാറുണ്ട്, അത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതായത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തത്വശാസ്ത്രങ്ങൾ ഫോളോ ചെയ്യുന്ന ആർക്കും ആത്മസാക്ഷാത്കാരം നേടിയെടുക്കാൻ സാധിക്കില്ല എന്ന് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. യൂട്യൂബിലും പറയാറുണ്ട്, ലൈവിലും പറയാറുണ്ട്, പലപ്പോഴും ഞാൻ പറയാറുണ്ട്. സിഗ്മണ്ട് ഫ്രോയിഡ് ആരാന്ന് വെച്ചാല് അതായത് മീൻസ് അന്ധവിശ്വാസത്തിനെതിരെ അല്ലെങ്കിൽ ദൈവവിശ്വാസത്തിനെതിരെ നിരീശ്വരവാസ്തികവാദി, അതായത് നിരീശ്വരവാദത്തിന്റെ സയൻസിനെ ഫോളോ ചെയ്യുന്നതാണ് ആര് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ തത്വശാസ്ത്രം എന്ന് പറയുന്നത്. അല്ല, സയൻസ് ആണ് പൊക്ക. അപ്പൊ ഈ സയൻസിനെ ഫോളോ ചെയ്യുന്ന ആർക്കും ആത്മസാക്ഷാത്കാരം നേടിയെടുക്കാൻ സാധിക്കില്ല. അപ്പൊ ആത്മസാക്ഷാത്കാരം എന്താന്ന് ഡീകോഡ് ചെയ്തു തരാം. ആത്മാവിന്റെ സാക്ഷി വൽക്കരിക്കുക എന്നൊക്കെയുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുണ്ടാവും അല്ലെ? സൈക്കോളജി തന്നെ. സിഗ്മണ്ട് ഫ്രോയിഡ് സൈക്കോളജിയുടെ മെയിൻ ആളാണ്. സൈക്കോളജി ബേസ്ഡ് എല്ലാം പോവുള്ളൂ. മനഃശാസ്ത്രം, മനസ്സ് എന്താണെന്ന് സിഗ്മണ്ട് ഫ്രോയിഡ് ചോദിച്ചത് അറിയില്ല, കാണിച്ചു തരാൻ പറ്റില്ല, അതാർക്കും പറ്റില്ല. അപ്പോ ഈ പറയുന്ന ആത്മാവിനെ സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ ആ ആത്മാവിന്റെ അതായത് ഒരാൾ മരിച്ചു പോകുന്ന സമയത്ത് കൃതാർത്ഥനായി എന്ന് പറഞ്ഞ് സന്തോഷം കൊണ്ട് മരിച്ചു പോകുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, അത് സയൻസ് പഠിച്ചവന് ഒരിക്കലും പറ്റില്ല. ശാസ്ത്രത്തിന്റെ പുറകിൽ പോയി ആർക്കും പറ്റില്ല. അതെന്തുകൊണ്ടാണെന്നുണ്ടെങ്കിൽ സയൻസ് ഇനിയുമുണ്ടെന്നും അതൊരു അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ടും അതിന് അവസാനമില്ല ശാസ്ത്രം. ഇപ്പോ നമ്മൾ പറയാ ദൈവത്തിനെ അന്വേഷിച്ചു പോയാൽ കിട്ടില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. പക്ഷെ ദൈവത്തിനെ അന്വേഷിച്ച് പോകും തോറും മരിക്കാൻ സമയത്ത് നിങ്ങൾക്ക് ആത്മസാക്ഷാത്കാരം, അതായത് സന്തോഷത്തോടുകൂടി മരിക്കാൻ പറ്റും. അപ്പൊ ഈവൻ ചില ആളുകൾക്ക് സ്വന്തം മരണം മുൻകൂട്ടി പ്രവചിക്കാൻ വരെ പറ്റും. ഇന്ന സമയത്താണ് മരണം, ഇങ്ങനെയായിരിക്കും മരിക്കുന്നുള്ളത്. ഒരുപാട് പേരുണ്ട് നമ്മുടെ നാട്ടിൽ അങ്ങനെ. പക്ഷെ സയൻസിനെ ഫോളോ ചെയ്യുന്ന, മനഃശാസ്ത്രത്തെ ഫോളോ ചെയ്യുന്ന ലോകത്തിലെ ഏറ്റവും വലിയ ശാസ്ത്രജ്ഞന്മാരിൽ ആർക്കും അവർ മരിക്കുന്നത് എപ്പോഴാണെന്നോ, അവർക്ക് എന്ത് രോഗം വരുമെന്നോ, അവർക്ക് എപ്പോഴാണ് മരണം സംഭവിക്കുക, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് മരണം സംഭവിക്കുക എന്ന് പോലും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളുകളാണെന്ന് അർത്ഥം. സോ മരണത്തിന് മുൻപ് നമ്മൾ ചിരിച്ചുകൊണ്ട് നമ്മുടെ എല്ലാ ആഗ്രഹവും പൂർത്തീകരിച്ച് അല്ലെങ്കിൽ നമ്മുടെ കർമ്മനെ മനസ്സിലാക്കി നമ്മൾ മരിക്കുന്നതിന് വിളിക്കുന്ന പേരാണ് സാക്ഷാത്കാരം. ഓക്കെ. അല്ലെങ്കിൽ നമ്മളുടെ ആത്മാവിന്റെ ഇഷ്ടപ്പെട്ട ഒരു വസ്തുവിനെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് ആഗ്രഹങ്ങളൊന്നും ഇല്ലാതിരിക്കുക, അതും ആത്മസാക്ഷാത്കാരമാണ്. ഓക്കെ. അതായത് പിന്നെ ആത്മാവിന് ആഗ്രഹങ്ങളില്ല. അപ്പൊ ആത്മാവിന് ആഗ്രഹങ്ങളില്ലാതെ സംതൃപ്തി ആകുന്നത് എപ്പോഴാണോ അപ്പോൾ സാക്ഷാത്കാരത്തിലേക്ക് എത്തി. സോ ഇത് നിങ്ങൾക്ക് എല്ലാവർക്കും കോമൺ ഫാക്ട് എല്ലാവർക്കും അറിയാം. ആത്മാവിനെ കുറിച്ച് ഈസിയാണ്. ബട്ട്
നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യമാണ് സ്വപ്ന സാക്ഷാത്കാരം. അതാണ് ഇവിടെ പലർക്കും പിടികിട്ടാത്തത്. ഇതെന്താ സംഭവം എന്ന്. സംഭവം എന്നൊക്കെ അറിയാം നിങ്ങൾക്ക്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻറ്റ് എന്താണ്? ശരിക്കും നിങ്ങളുടെ ജീവിതത്തിലെ നിങ്ങൾ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുക. കാലത്ത് എഴുന്നേറ്റ് മുതൽ വൈകുന്നേരം വരെ യുദ്ധമാണ്. അത് നിങ്ങൾ നിങ്ങളോട് ചെയ്യുന്ന യുദ്ധമാണ്. അത് തലച്ചോറ് സൃഷ്ടിക്കുന്ന രീതിയാണ്. അതായത് വലതുവശം ഇടതുവശമുണ്ട്. ഉം. രണ്ട് പാമ്പുകളിനെ ഇങ്ങനെ ഡോക്ടറുടെ ചിഹ്നങ്ങൾ. രണ്ട് പാമ്പുകൾ ഇങ്ങനെ നിൽക്കുന്നത്. എന്തിനാണ് രണ്ട് പാമ്പ് ഇങ്ങനെ പോയി നിൽക്കുന്നത്? ഈ പാമ്പിന് ഇങ്ങനെ നിന്നാ പോരെ? എന്തുകൊണ്ട് ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? ശരി, നിങ്ങൾ എപ്പോഴെങ്കിലും ഇങ്ങനെ രണ്ട് പാമ്പുകൾ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടിട്ടുണ്ടോ? എപ്പോഴായിരിക്കും? ഒന്നല്ലെങ്കിൽ അത് മറ്റൊരു പാമ്പിനെ ആക്രമിക്കുമ്പോൾ, അല്ലെങ്കിൽ അവര് ലൈംഗികമായിട്ട്, അല്ലെങ്കിൽ അവര് എന്താ പറയാ ഇത് ചെയ്യുന്ന സമയത്ത് അല്ലെ, മുട്ടയിടാൻ വേണ്ടിയിട്ടും കുട്ടികളെ ഇത് ചെയ്യാൻ വേണ്ടിട്ട്. അപ്പൊ രണ്ട് സമയത്താണ് ചെയ്യുക. സോ ആ സമയത്ത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ രണ്ട് പാമ്പുകൾ, അതായത് ഡോക്ടറുടെ സിംബോളിസം വെക്കുന്ന രണ്ട് പാമ്പുകൾ ഇടയും പിങ്ങളയും വരുന്ന നാടികളാണ്. ഓക്കെ, രാഹുകേതു എന്ന് പറയുന്ന രണ്ട് പിങ്ങളയും DNA അല്ലത്. DNA എന്ന് പറഞ്ഞ സാധനം തന്നെ തെറ്റല്ലേ? ഞാൻ പറഞ്ഞില്ലേ നിങ്ങളോട്, DNA ഒക്കെ കഴിഞ്ഞു പോയി. DNA ഒക്കെ ചത്തു മരിച്ചു. അതിനൊക്കെ കൊന്നു കുഴിച്ചു മൂടി. ഇപ്പൊ മോളിക്കുലർ മോട്ടർ എന്ന് നിങ്ങൾ യൂട്യൂബിൽ ടൈപ്പിനൊക്കെ ഞാൻ പറഞ്ഞതല്ലേ. മോളിക്കുലർ മോട്ടറാണ് DNA ഉണ്ടാക്കുന്നത്. അപ്പൊ അത് കഴിഞ്ഞ്, ആ കണ്ടുപിടുത്തം കഴിഞ്ഞ്. അതൊക്കെ DNA ഇപ്പൊ DNA ഉണ്ടാവുന്നത് എങ്ങനെയാ? അത് മോളിക്കുലർ മോട്ടർ വഴി, മോളിക്കുലർ മോട്ടർ സിസ്റ്റം. നിങ്ങൾ അടിച്ചു വെക്കാൻ മതി, എല്ലാം പറയുന്നുണ്ട്. ആ മോട്ടർ വഴിയാണ് ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പൊ DNA അല്ല. അപ്പൊ നമ്മുടെ ആഗ്രഹങ്ങൾ, രണ്ട് പാമ്പുകൾ, രണ്ട് സ്നേക്ക് എന്ന് പറഞ്ഞാല് നമ്മുടെ തീയതി പ്രകാരം രാഹുകേതു അല്ലെങ്കിൽ ഇടയും പിങ്ങളെയും നാഡി എന്ന് പറയുന്ന ഞരമ്പുകളാണ്. അപ്പൊ ഈ രണ്ടും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇത് രണ്ടും പരസ്പരം ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കില്ലേ? ദാറ്റ് മീൻസ് നീയാണോ വലുത്, ഞാനാണോ വലുത്, ഞാനാണോ വലുത്, നീയാണ്. എപ്പോഴും അത് ആക്രമിക്കാനും പാകത്തിന് പത്തി വിടർത്തി ഇങ്ങനെ നിൽക്കുകയാണ്. സോ പാമ്പൻ എങ്ങനെയാണ് നിൽക്കുക? പക്ഷെ അത് ഇങ്ങനെയാണ് വെച്ചിരിക്കുന്നത്. അതിന്റെ കാരണം നമ്മുടെ ഇടതുഭാഗവും ബോഡിയുടെ രണ്ട് പാർട്ടായ ഈ ഭാഗവും നമ്മുടെ ഈ ഭാഗം ഇതിനോട് യുദ്ധം ചെയ്യുന്നു, ഈ ഭാഗം ഇതിനോട് യുദ്ധം ചെയ്യുന്നു. ഇത് രണ്ടും ഫൈറ്റിംഗ് ആണ്. ഒരു പാമ്പിന് ചൂട് കൂടുതലും ഒരു പാമ്പിന് ചൂട് കുറവായിരിക്കും എനി ടൈം. ബട്ട് ആ ചൂട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും കേട്ടോ. അത് മാത്രല്ല, ഈ രണ്ട് പാമ്പുകൾ ഫൈറ്റ് ചെയ്തോണ്ടിരിക്കുക. ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നല്ല, ഇത് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഓക്കെ, യുദ്ധം. അതേപോലെ തന്നെ കഴുത്തിന്റെ ഇവിടുന്ന് ഇങ്ങോട്ട് ഈ രണ്ട് പാമ്പിന്റെ തല എവിടെ വന്നിരിക്കണേ? നമ്മുടെ കണ്ണില് അല്ലെ? ഈ നാഡിയുടെ, അതായത് ഈ പാമ്പുണ്ടല്ലോ, ശരിക്കുള്ള പാമ്പ്, ഈ പാമ്പിന്റെ കണ്ണ് വന്നിരിക്കുന്നത് നമ്മുടെ കണ്ണില്ല. തല വന്നിരിക്കുന്നത് അതിന്റെ മറ്റേ തല വന്നിരിക്കുന്നത് ഈ കണ്ണില്ല. രണ്ട് കണ്ണിലാണ് ഇത് വന്നിരിക്കുന്നത്. ഈ കണ്ണിന്റെ അവിടെ നിന്ന് ഇങ്ങോട്ട് കണക്ഷൻ ഉണ്ട് അല്ലേ? അപ്പൊ ഈ പാമ്പ് വന്നിരിക്കുന്നത്, ഡോക്ടറുടെ സയൻസ് പ്രകാരം പാമ്പ് വന്നിരിക്കുന്നത് ഈ കണ്ണിന്റെ അവിടെയും, അപ്പൊ ഈ കണ്ണിന്റെ അവിടെ നിന്ന് മുകളിലേക്ക് വേറെ പോർഷനാണ് അല്ലെ? ഇവിടുത്തെ പോർഷനാണ് ഒരു താമര പോലെ ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്ന ഒരു താമര പോലെ റെപ്രസെന്റ് ഉണ്ടാവും തലയുടെ മുകളിലായിട്ട്. അപ്പൊ ഈ പാമ്പിന് എത്തിപ്പെടാത്തൊരു മേഖല ഇവിടുന്ന് പാമ്പനും ഇവിടുന്ന് താമര നിൽക്കുന്നതും അതിന്റെ ഇടയിലായ ഒരു പോയിന്റ് ഉണ്ട്. താമര നിൽക്കുന്നപ്പോ വെള്ളത്തിലാണ്. സോ ആ വാട്ടർ പോയിന്റ് ആണ് തലച്ചോറ് എന്ന് പറയുന്നത്. സോ അത് ആ തലച്ചോറ് ഇരിക്കുന്ന ഒരു ഷോക്കപ്സ് ആയിട്ട് ഇരിക്കണ്ടല്ലോ തലച്ചോറ് എപ്പോഴും. ഷോക്കപ്പായിട്ട് ഇരിക്കണം തലച്ചോറ്. ഷോക്കപ്പ് എന്ന് മനസ്സിലായോ? ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കണം. അല്ലെങ്കിൽ തലച്ചോറിനുള്ളിൽ കംപ്ലീറ്റ് വെള്ളം വെച്ചിട്ട് ഒരു സ്പോഞ്ച് പോലെ ആവരണം വെച്ച് വെള്ളത്തിലാണ് തലച്ചോറ് ഇരിക്കുന്നത്, വാട്ടറിൽ വെള്ളം. അല്ലെങ്കിൽ നമ്മൾ തലയൊക്കെ ഇവിടെ ഇടിച്ച് കംപ്ലൈന്റ് വരും ഇങ്ങനെ ആട്ടുമ്പോൾ. അതാണ് കുഞ്ഞു കുട്ടികൾ ഇങ്ങനെ കുലുക്കാൻ പാടില്ല, തലച്ചോറ് വന്ന് കുലുങ്ങിട്ട് അവർ ഓട്ടിസം പോലുള്ള രോഗത്തിലേക്ക് പോകുന്ന പറയാനുള്ള കാരണം. തലച്ചോറ് ഉറച്ചിട്ടുണ്ടാവില്ല, അത് വെള്ളത്തിലാണ് ഇരിക്കുന്നത്. അപ്പൊ ഈ പാമ്പും ഈ തലച്ചോറിലേക്കും കണക്ട് ആവുന്ന ഈ പോയിന്റിൽ വെച്ച് പാമ്പിന് ആക്സസ് ചെയ്യാൻ പറ്റില്ല ഈ പോയിന്റിൽ നിന്ന് അർത്ഥം. കാരണം ഇത് പിന്നെ വാട്ടറിൽ കണക്ട് ആവും, ഇവിടെ പാമ്പ് നിൽക്കും. അപ്പൊ ആ പാമ്പും കണക്ട് ആവാതെ ഈ സഹസ്രാബ്ദം എന്ന് പറയുന്ന ആകാശവും കണക്ട് ആവാതെ നിൽക്കുന്ന ഈ പോയിന്റിനാണ് സെൻട്രൽ ഗെറ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ആ പോയിന്റിന് പഞ്ചഭൂതവുമായിട്ട് ബന്ധമില്ല എന്ന് പറയാനുള്ള കാരണം. അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളെ പാമ്പ് ആക്രമിക്കില്ല, താമരയും ആക്രമിക്കില്ല. താമര എന്താ? പ്രപഞ്ചത്തിൽ നിന്നും സിഗ്നൽസ് പിടിച്ചിട്ടുള്ള സാധനം.
താമരയ്ക്ക് മാത്രം പ്രത്യേകത എന്താ? അതായത് ഈ ബ്രഹ്മമുഹൂർത്തം കണ്ടെത്താനായിട്ട് വേണ്ട താമര എപ്പോഴാണ് വിരിയുന്നത് അതാണ് ബ്രഹ്മമുഹൂർത്തം. സൂര്യന്റെ ചൂട് സൂര്യൻ ഉദിച്ചു വരുമ്പോ താമര വിരിയും അല്ലെ? അപ്പൊ സൂര്യനും താമര തമ്മിൽ ബന്ധമുണ്ട് അല്ലെ? സൂര്യൻ എന്ന് പറയുന്നത് എന്താ? വെളിച്ചം. വെളിച്ചം അല്ലെ? വെളിച്ചം കിട്ടിയ താമര വിരിയും. അപ്പോ ഈ താമര വിരിയുന്ന സമയം ബ്രഹ്മമുഹൂർത്തം എന്ന് പറയും. അപ്പോ ഈ വെളിച്ചം കാണുമ്പോൾ ഇവിടെയുള്ള ഇതെല്ലാം താമര ഇതെല്ലാം ആക്ടിവേഷൻ ആവും. ഭക്ഷണം ഇതിലൂടെയൊക്കെ നമ്മുടെ ശ്വാസത്തിലൂടെ ഇതെല്ലാം ആക്ടിവേഷൻ ആവും. ഇത് ആക്ടിവേഷൻ ആവാൻ ശ്വാസം വേണ്ട, അതുപോലെ തന്നെ ഇതും വേണ്ട. എന്തും വേണ്ട? ഈ വെളിച്ചവും വേണ്ട. അതായത് വെളിച്ചവും വേണ്ട. സോ വെളിച്ചമില്ലാതെയും ശ്വാസം, അപ്പോ ഫുഡും ഇല്ലാതെയും ശ്വാസം വേണം. ശ്വാസം എന്തായാലും മനുഷ്യന് ആവശ്യമാണ്. ഫുഡ് ഭക്ഷണം എന്നില്ലാതെ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ തേടൽ എന്ന് പറയുന്നത്. ഈ തേടല് മെഡിറ്റേഷൻ ചെയ്ത് എന്താ ഗുണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഉറങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. ഉറക്കം വന്നാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു 20 മിനിറ്റ് ഞാനിപ്പോ നല്ല ഉറക്കം ഉണ്ടെങ്കിൽ ഒരു 20 മിനിറ്റ് കണ്ണടച്ച് ധ്യാനിച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ഉറക്കം പോകും. ഉറക്കം കംപ്ലീറ്റ് പോകും. അത് ഏത് സിറ്റുവേഷനിലും നമുക്ക് അങ്ങനെ അതുകൊണ്ടാണ് ഞാൻ കുറച്ചു നേരമൊക്കെ ഉറങ്ങുന്നത്. ഇപ്പൊ ഇന്നലെ വന്നിട്ട് 1 മണി 2 മണിക്കൂർ ഉറങ്ങിയത്. 2 മണി ഉറങ്ങുമ്പോ 3, 4, 5, 6 ആയിട്ടില്ല 5:45. അപ്പോ 3.5 മണിക്കൂറാണ് ഞാൻ ഉറങ്ങിയിട്ടുള്ളത് ആകെ. ഇനി ചിലപ്പോ ഒന്ന് 1 മണിക്കൂർ കൂടി ഞാൻ കിടക്കാൻ ശ്രമിക്കും അത് കഴിയുമ്പോ. ചിലപ്പോഴേ കിടക്കുള്ളൂ, അത് ഉറപ്പൊന്നുമില്ല. ഓക്കെ, ചിലപ്പോ കാറ് കഴുകും, അങ്ങനെ വാഷിംഗ് മെഷീൻ അലക്കൽ അങ്ങനെ എന്തെങ്കിലും നിൽക്കും. എന്താ പറഞ്ഞ ഓക്കെ. ഇപ്പോ അപ്പോ ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് പരമ്പരയായിട്ട് നമ്മുടെ DNA-യില് ഒളിച്ചിരിക്കുന്ന സംഗതിയെ വിളിക്കുന്ന പേരാണ് ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത്. അത് കണ്ടുപിടിക്കാൻ വളരെ ഈസിയാണ്. നിങ്ങളുടെ DNA, നിങ്ങളുടെ തലമുറയില് DNA എന്ന് പറയുമ്പോ ആ DNA അല്ല, ഞാൻ പറഞ്ഞ DNA വേറെ കേട്ടോ. DNA എന്ന് പറഞ്ഞാൽ എന്റെ DNA എന്ന് പറഞ്ഞാൽ തലമുറ പാരമ്പര്യത്തിന് വിളിക്കുന്ന പേരാണ് DNA. നമ്മുടെ അറ്റത്തിനല്ല ഞാൻ പറഞ്ഞത് കേട്ടോ. നിങ്ങളുടെ DNA എന്ന് പറയുന്നത് നിങ്ങളുടെ പരമ്പരയായിട്ട് വന്ന DNA, നിങ്ങളുടെ അച്ഛനപ്പൂപ്പന്മാരുടെ DNA എടുത്ത് സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. എന്ത് നിങ്ങൾ എന്തിനാണ് പിറവെടുത്തിരിക്കുന്നത് കാര്യം മനസ്സിലാവും. അത് മുമ്പ് പറഞ്ഞു തന്നിട്ടുണ്ട്. അതേപോലെ ഈ സ്വപ്ന സാക്ഷാത്കാരവും ആത്മസാക്ഷാത്കാരവും തമ്മിലുള്ള യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇത് നമ്മുടെ ബോഡി ചിന്തിക്കുകയാണ് ഏത് പോണം, സാക്ഷാത്കാരത്തിലേക്ക് പോണോ ഈ സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക് പോണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. അത് ഇന്നും ഉണ്ടാവും, നാളെ ഉണ്ടാവും, അത് മുമ്പും ഉണ്ടാവും. ചെറുപ്പം തൊട്ടേ നിങ്ങൾ ഈ യുദ്ധത്തിലാണ്. ചെറുപ്പം തൊട്ടേ നിങ്ങളത് ആരും പഠിപ്പിക്കാനുണ്ടായില്ല. എന്താണ് സ്വപ്ന സാക്ഷാത്കാരവും എന്താണ് ആത്മസാക്ഷാത്കാരവും എന്ന് പഠിപ്പിക്കാൻ ആരും ഉണ്ടായിട്ടില്ല. ഓക്കെ, അതാരും നിങ്ങൾക്ക് ഇത്രയും വയസ്സായിട്ട് ആരും പറഞ്ഞില്ല. അതുകൊണ്ടാണ് നിങ്ങൾ ഈ ഇത്രയും ബുദ്ധിമുട്ടും പ്രഷറും അനുഭവിക്കാനുള്ള കാരണം. എന്തുകൊണ്ടാണ് ഞാൻ ബുദ്ധിമുട്ടും പ്രശ്നവും അനുഭവിക്കാതിരുന്നതെങ്കിൽ ഇതുവരെ ഞാൻ ഇപ്പോൾ അനുഭവിക്കാത്തതിന്റെ കാരണം എന്താണെന്നുണ്ടെങ്കിൽ സ്വപ്ന സാക്ഷാത്കാരം എന്താണെന്നും ആത്മസാക്ഷാത്കാരം എന്താണെന്നുള്ള ഡിഫറൻറ്റ് ഞാൻ മനസ്സിലാക്കി. സ്വപ്ന സാക്ഷാത്കാരം എന്താ? എന്റെ ഒരു കല്യാണം, ഒരു വീട്, ഒരു കാറ്, സമൂഹത്തിൽ ഒരു നല്ല വസ്ത്രം, നല്ല ഇതായിട്ട് നാട്ടുകാരെ കുറ്റം പറയാത്ത രീതിയിൽ ജീവിക്കുക. ഇതാണ് ഒരാളുടെ സ്വപ്നത്തിന്റെ സാക്ഷാത്കാരം. അതിലെ ഘടകങ്ങൾ മാത്രമാണ് ജോലിയും ബിസിനസ്സും അതും ഒക്കെ അല്ലെ? ഘടകങ്ങൾ മാത്രം, പണവും. എന്റെ ആത്മസാക്ഷാത്കാരം എന്താ? എന്റെ ആത്മാവിനെ മനസ്സിലാക്കി, എന്റെ അടിവേര് മനസ്സിലാക്കി, എന്റെ മുൻജന്മം മനസ്സിലാക്കി. മുൻജന്മം ഉണ്ടോ ഇല്ലയോ അത് വേറെ വിഷയം. മനസ്സിലാക്കുക, എന്നെ തന്നെ മനസ്സിലാക്കി എന്റെ റൂട്ട് ഇതാണ് എന്റെ വഴി എന്ന് പറഞ്ഞ് ആ വഴി തെരഞ്ഞെടുത്ത് ആ വഴിയിലൂടെ യാത്ര ചെയ്ത് ആ വഴിയിലൂടെ ഒരുപാട് പേരെ മാറ്റുകയും തിരുത്തുകയും ചെയ്ത് ആ വഴിയിലൂടെ സക്സസിലേക്ക് പോകണം. ഫെയിലറിലേക്ക് വിടുകയല്ല, സക്സസിലേക്ക് പോയി ആ ഏറ്റവും എത്തിച്ചേരേണ്ട അവസാന പാതയിലേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അപ്പൊ എന്റെ സ്വപ്ന സാക്ഷാത്കാരം എന്താ? ഒരു വീടാകുന്നതും കുറച്ച് പണമാകുന്നതും പ്രശസ്തിയും നാട്ടില് ഒരു നല്ല പേരും എല്ലാം ഞാനിപ്പോ ഉണ്ടാക്കിയെടുത്തു. അപ്പൊ എന്ത് തീർന്നു? സ്വപ്ന സാക്ഷാത്കാരം തീർന്നു. നിങ്ങളുടെ പ്രശ്നം എന്താണെന്നറിയോ? നിങ്ങൾ ഇപ്പോഴും സ്വപ്നങ്ങളെ പൂർത്തീകരിക്കാൻ വേണ്ടി ഓടിക്കൊണ്ടിരിക്കുക. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ആത്മാവിനെ തൃപ്തി കൊടുക്കാൻ പറ്റുക? സാധിക്കില്ലേ? നിങ്ങൾ പലരും ഇപ്പോഴും സ്വപ്നത്തിന്റെ പുറകില, കാശിന്റെയും പണത്തിന്റെയും എല്ലാത്തിന്റെയും പുറകില.
കാശും വേണമൊക്കെ 50 വയസ്സ്. 50 വയസ്സിനുള്ളിൽ അതെല്ലാം തീർത്തിരിക്കണം. പണം 40 വയസ്സ്. 40 വയസ്സിനുള്ളിൽ പണം കാര്യങ്ങളെല്ലാം നിങ്ങൾ ഉണ്ടാക്കി തീർക്കണം. പിന്നെ ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള പണം എന്ന് പറഞ്ഞിട്ട് നമുക്ക് പോവാം. അത് വേറെ. പക്ഷെ സ്വപ്നത്തിന് നമ്മുടെ ആഗ്രഹം എന്താണോ, ഒരു വീട്, 2 കുട്ടികള്, കല്യാണം, അതൊക്കെയല്ല സ്വപ്ന സാക്ഷാത്കാരം. അത് തീർക്കണം. 40 വയസ്സിനുള്ളിൽ തീർക്കണം. 40 വയസ്സിനുള്ളിൽ അതെല്ലാം തീർക്കുക. അത് കഴിഞ്ഞ് പിന്നെ ജോലിക്ക് പോകണോ വേണ്ട, അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ്. പോവാൻ പോവാതിരിക്കാം. അപ്പൊ അതല്ല. ബട്ട് നമ്മുടെ ആ സ്വപ്ന സാക്ഷാത്കാരം, സ്വപ്നം തീർന്നു. ഇവിടെ തീർന്നു. സോ പിന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാ. പിന്നെ അതിനെ മെയിൻറ്റെയിൻ ചെയ്യാന്. പിന്നെ സ്വപ്നത്തിൽ ജീവിക്കരുത്. കാരണം അത് തീർക്കണം. സോ ബാക്കി ഒരു 40 വർഷം, 80 വയസ്സ് വരെയാണ് നമുക്ക് ആയുസ് കൂടുതലും അത്രക്ക് ഉണ്ടാവുള്ളൂ. ബാക്കി വരുന്ന അപ്പൊ 40 കൊല്ലത്തിനുള്ളിൽ നിങ്ങളുടെ വീട്, നിങ്ങളുടെ ഭാര്യ, കുട്ടികൾ ഏതാണ്ട് ആ ലെവലിൽ എത്തണം. പിന്നെ നിങ്ങൾ സ്വപ്ന സാക്ഷാത്കാരത്തിന് പുറകിൽ പോകരുത്. സ്വപ്നം ഇപ്പോഴും നിങ്ങൾ എന്താ പ്രശ്നം എന്നിട്ടാ ഇപ്പോഴും സ്വപ്നത്തിന് പുറകിൽ പോയിക്കൊണ്ടിരിക്കുക. കാർ വേണം, ബംഗ്ലാവ് വേണം, അത് വേണം, ഇത് വേണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അത് നിങ്ങളുടെ കഴിഞ്ഞ് നിങ്ങൾ ആത്മസാക്ഷാത്കാരത്തിലേക്ക് കടക്കണം. അതുകൊണ്ടാണ് ചില ആളുകൾ അപ്പോയിന്റ്മെന്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത് 40 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആത്മീയര പാത എത്തേണ്ട സമയമായല്ലോ. നിങ്ങളിൽ തന്നെ പലർക്കും തോന്നിയിട്ടുണ്ടാവും ഏകദേശം ഒരു 40 വയസ്സാകുമ്പോൾ തന്നെ ആത്മീയമായിട്ട് ഇവിടുന്നൊക്കെ ഒരു കണക്ഷൻ വന്നു. പിന്നെ അങ്ങനെ ആ റൂട്ടിൽ പോവുക. പിന്നെ യോഗ, മെഡിറ്റേഷൻ ചെയ്യാനും ഫ്രണ്ട് അങ്ങനെയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകും. സോ അപ്പോ നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇപ്പോഴും നിങ്ങൾ ഏതിലാ സ്വപ്നത്തിന്റെ പുറകിൽ, അതായത് ഇപ്പോഴും സ്വപ്നം എന്താണെന്നും സ്വപ്നത്തിന്റെ പുറകിലും പോയിക്കൊണ്ടേയിരിക്കുക. അത് നിർത്തി കഴിഞ്ഞു. ചെറിയ ചേച്ചി ഇപ്പൊ ചേച്ചി ആയാലും അതുപോലെ തന്നെ ചെറിയ ചെറിയ ആളുകള്, പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ ഓക്കെ, സമ്മതിച്ചു. കാരണം അവർക്ക് ഇനിയും ആഗ്രഹ പൂർത്തീകരണമുണ്ട്. പക്ഷേ 40 വയസ്സ് കഴിഞ്ഞ് നിങ്ങൾ കഴിഞ്ഞാൽ പിന്നെ സ്വപ്നത്തിന്റെ പുറകിൽ പോകരുത്. കാരണം അവിടെ അവിടെ നിങ്ങൾക്ക് പരാജയം. പിന്നെ സ്വപ്നത്തിന്റെ പുറകെ പോയിട്ട് കാര്യമില്ല. കഴിഞ്ഞ്. നിങ്ങൾ സ്വപ്നം കണ്ടാലും ഇല്ലെങ്കിലും ഒക്കെ പിന്നെ നിങ്ങൾക്ക് പ്രശ്നമാണ്. പിന്നെ സ്വപ്നത്തിന്റെ പുറകിൽ നിങ്ങൾ ഇറങ്ങി തിരിച്ചാൽ നിങ്ങൾക്ക് ദൈവം തന്നെ പണി തരും. അപ്പൊ നിങ്ങൾ എന്നോട് ചെയ്യും, അല്ല 40 വയസ്സ് കഴിഞ്ഞ പിന്നെ ജോലിക്ക് പോകണ്ടെന്നാണ് പറഞ്ഞത്. അങ്ങനെയല്ല. 40 വയസ്സ് കഴിഞ്ഞ കുട്ടികളെ നോക്കണ്ടെന്ന് പറഞ്ഞത്. അങ്ങനെയല്ല. 40 വയസ്സ് കഴിഞ്ഞ ഭർത്താവിനെ നോക്കണ്ടെന്ന് പറഞ്ഞത്. അതുമല്ല. 40 വയസ്സ് കഴിഞ്ഞാൽ നിങ്ങൾ പണം ഉണ്ടാക്കണ്ടേ? അതുമല്ല പറഞ്ഞത്. 40 വയസ്സ് വരെ സമ്പാദിക്കുന്ന പണത്തിനെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയോ അല്ലെങ്കിൽ അതിനെ നിലനിർത്താൻ വേണ്ടി അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോണ്ടേ? ഒരു വീട് വെച്ച് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് പോണ്ടേ? ആ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടുള്ള പണത്തിനെ നിങ്ങൾ കണ്ടെത്തി വെക്കണം എന്നർത്ഥം. സോ അപ്പൊ അതൊരു 50 വയസ്സിനുള്ളിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ബാങ്കിൽ കുറച്ച് ഫണ്ട് ഇട്ട് വെക്കാൻ പറ്റും. ഉദാഹരണം, ഒരു 30,000 രൂപ ശമ്പളം ഉണ്ടെങ്കിൽ നമ്മളൊരു കുറി ചേർന്നിട്ടോ ഒരു 10,000 വെച്ച് 5 കൊല്ലത്തേക്ക് കുറി ചേർന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര സംഖ്യ? ഒരു 10 ലക്ഷം ആവും, 20 ലക്ഷം ആവും, 30 ലക്ഷം ആവും അല്ലെ? അങ്ങനെ നിങ്ങൾക്ക് സമ്പാദിച്ചതനുസരിച്ച് കുറി വയ്ക്കാം. ഒരു ഉദാഹരണം ഞാൻ പറയാട്ടോ. ഒരു ഉദാഹരണം, ഒരു 30 ലക്ഷം രൂപ നിങ്ങളുടെ ബാങ്കിൽ ഉണ്ടെന്ന് വിചാരിക്കുക. നിങ്ങളത് മക്കളുടെ പേരിൽ എഫ് ഡി ഇട്ടെന്ന് ചോദിക്കുക. അപ്പൊ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാസം എത്ര കിട്ടും? അതിന്റെ ഒരു 7% കിട്ടും. ഇങ്ങോട്ട് കിട്ടും അല്ലെ? 7%. അത് ഡിവൈഡ് ചെയ്യാൻ എങ്ങനെ പോലും നിങ്ങൾക്ക് ഒരു 11,000 20,000 രൂപ മന്ത്ലി നിങ്ങൾക്ക് ഈ ബാങ്ക് ഇങ്ങോട്ട് തരും അല്ലെ? ആ പണം അവിടെ ഉള്ളിടത്തോളം കാലം തിരിച്ച് ഇങ്ങോട്ട് കിട്ടും അല്ലെ? അപ്പൊ ആ 20,000 രൂപ മതി എന്ത്? നിങ്ങളുടെ വട്ടച്ചെലവും നിങ്ങളുടെ കാര്യങ്ങളും കഴിഞ്ഞു പോകാൻ. ബാക്കിയുള്ളത് വേറെ. ഇപ്പൊ ഭർത്താവ് ഉണ്ടായിരിക്കും, ഭാര്യ ഉണ്ടായിരിക്കും, ഫാമിലി ഉണ്ടായിരിക്കും, അതൊക്കെ. അപ്പൊ ആ 20,000 എവറി മന്ത്സ് നിങ്ങൾക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുമ്പോ ബാങ്ക് ഇങ്ങോട്ട് തരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു സമാധാനം കിട്ടും നിങ്ങൾക്ക്. ഒരു തൃപ്തി, ആത്മസംതൃപ്തി. അതായത് ഓക്കെ, ഇനിയിപ്പോ നമുക്ക് ഒരു 20,000 കിട്ടുന്നുണ്ട്. ബാക്കിയുള്ള പണം, അതായത് ബാക്കി നിങ്ങളുടെ ഫാമിലിക്ക് ഈ കഴിഞ്ഞു പോകാനായിട്ടുള്ള ഒരു കുഞ്ഞു വീടാണെങ്കിൽ സന്തോഷമായി. ഇപ്പോഴും ഞാൻ ഉദാഹരണം പറയാണ്. ഇൻഫ്ലേഷൻ ഒക്കെ ആയിക്കോട്ടെ, അതാ പറഞ്ഞൊരു സംഖ്യ നമ്മൾ കണ്ട് ഉണ്ടാക്കി വെക്കണം. ആ സംഖ്യ നമ്മൾ കണ്ട് ഉണ്ടാക്കി വെക്കണം. അപ്പോ അങ്ങനെ അങ്ങനെ വന്ന് കഴിഞ്ഞാൽ, ഞാൻ ഉദാഹരണമാണ് പറയുന്നത് കേട്ടോ. അത് എന്ത് വേണമെങ്കിലും നമുക്ക് ആരോഗ്യമാവാം, എന്ത് വേണമെങ്കിലും. പണം എന്ന് മാത്രം ഞാൻ ഉദാഹരണം വെക്കുന്നില്ല. അത് കഴിഞ്ഞു കഴിയുമ്പോ അതൊരു 40 വയസ്സിനുള്ളിൽ നിങ്ങൾ സമ്പാദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, ഒരു 50 വയസ്സിന് സമ്പാദിച്ചു കഴിഞ്ഞാൽ പിന്നെ ബാങ്ക് ഇങ്ങോട്ട് തരും. ഇപ്പൊ നിങ്ങൾക്ക് 20,000 രൂപ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇപ്പൊ 50,000 ജോലി ചെയ്യേണ്ടതായിരിക്കാം ചിലപ്പോൾ ശമ്പളം, ചിലപ്പോൾ 30,000 ഉണ്ടാവും. എന്നാലും നിങ്ങൾക്ക് 20,000 രൂപ മാത്രമാണ് എന്ത് കിട്ടുള്ളൂ? എല്ലാ വണ്ടി ചെലവ്, പെട്രോൾ ചെലവ് എല്ലാം ആയിട്ട് നിങ്ങളുടെ കയ്യിൽ കിട്ടുള്ളൂ. നിങ്ങൾ വിദേശത്താണെങ്കിൽ ഓക്കെ, വിദേശത്ത് ജോലി ചെയ്യുകയാണെങ്കിൽ അവിടെ കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ 50,000 1 ലക്ഷം ഒക്കെ സമ്പാദിക്കാൻ പറ്റും. അങ്ങനെ ആളുകളുണ്ട് വിദേശത്തൊക്കെ. അപ്പോ ഒരു 20,000 രൂപ നിങ്ങളുടെ അക്കൗണ്ടിൽ എല്ലാ മാസം വരിക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യമാണ്. അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ പെൻഷൻ പോലെ
ഉദാഹരണം പെൻഷൻ പോലെ നിങ്ങൾക്ക് വന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊരു വലിയൊരു എമൗണ്ട് ആണ്. ആ എമൗണ്ട് വെച്ച് നിങ്ങൾക്ക് വീട്ടിലെ കാര്യങ്ങൾ നടത്താം. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ചെറുപ്പത്തിലെ കല്യാണം കഴിഞ്ഞെങ്കിൽ 50 വയസ്സാകുമ്പോഴത്തേനും എന്താവും? കുട്ടികൾ ഏതാണ്ട് ഒരു 20 വയസ്സിനടുത്ത് ആവുമല്ലോ. ഓക്കെ, 20 വയസ്സിനകത്താവും. അപ്പൊ ആ 20 വയസ്സിനകത്ത് ആവുന്ന സമയത്ത് നിങ്ങൾ കുട്ടികളെ ജോലിക്ക് വിടുന്ന സമയവും. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ടെൻഷൻ ഇല്ലാന്ന് അർത്ഥം. പോയിന്റ് മനസ്സിലായോ? ശരി. അപ്പോൾ നിങ്ങൾക്ക് പല വാദം ഉണ്ടാവും. എന്ത്? അല്ല ഭായി, പിള്ളേരെ ഇപ്പൊ പഠിപ്പിക്കാനൊക്കെ ഒരുപാട് ചെലവല്ലേ. അപ്പൊ എങ്ങനെയാണ് നമ്മൾ ഈ 30 ലക്ഷം രൂപ ബാങ്കിൽ ഉണ്ടാക്കാന്ന്? പിള്ളേരെ പഠിപ്പിക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. മനസ്സിലായോ? പിള്ളേരെ സാധാരണ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ചാൽ മതി. പിള്ളേരെ പഠിപ്പിക്കാൻ ഇപ്പൊ ഗവൺമെന്റ് പൈസ ഇങ്ങോട്ട് തരുന്നുണ്ട്. അത് നിങ്ങൾക്കറിയാം. നിങ്ങളുടെ പിള്ളേരെ കറക്റ്റ് ആയിട്ട് പഠിപ്പിച്ചു കഴിഞ്ഞാല്, നല്ല മാർക്ക് മേടിച്ചു കഴിഞ്ഞാല് ഗവൺമെന്റ് നിങ്ങളുടെ കുട്ടികൾക്ക് പൈസ ഇങ്ങോട്ട് തരും. പല രാജ്യങ്ങളും അങ്ങനെയാണ്. മനസ്സിലായോ? ഇവിടെ ഉണ്ട് അങ്ങനെ. രണ്ട് ഒരു ഗവൺമെന്റ് സ്കൂൾ പഠിപ്പിച്ചു കഴിഞ്ഞാല്, ഗവൺമെന്റ് സ്കൂൾ പഠിച്ചാൽ എത്രയോ കുട്ടികൾ വലിയ ലെവലിൽ എത്തിയിട്ടുണ്ട്. ഇല്ലേ? അപ്പൊ ഗവൺമെന്റ് സ്കൂളിൽ പഠിപ്പിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. നമ്മുടെ വീടിന്റെ അടുത്തുള്ള സാധാരണ സ്കൂളിൽ പഠിപ്പിച്ചാലും മതി, വേറെ കുഴപ്പമൊന്നുമില്ല. സോ അങ്ങനെ പഠിപ്പിക്കണം. അപ്പോഴാണ് ചെലവ് ചുരുക്കാൻ പറ്റുള്ളൂ അർത്ഥം. കാര്യം മനസ്സിലായോ? അല്ലാണ്ട് മക്കളെ മറ്റേ ഇതിൽ തന്നെ പഠിപ്പിക്കണം. അതുപോലെ തന്നെ CBSE സ്കൂളിൽ തന്നെ പഠിപ്പിക്കണം. ഒരു മാസം ഏകദേശം 50,000 ചെലവാണ് ഒരു മാസം. 2 കുട്ടികളെ പഠിപ്പിക്കാൻ 50,000 ചെലവാ. വണ്ടി വണ്ടി, ട്യൂഷൻ, അതുപോലെ സ്കൂളിലെ കുറെ കാര്യങ്ങള്, അവിടുത്തെ നോട്ട്, പുസ്തകം, തേങ്ങ പറഞ്ഞ ഡാൻസ്, അത് എന്നൊക്കെ പറഞ്ഞ ഒരു മാസം എങ്ങനെ ഒരു 25,000 രൂപ ഒരു കുട്ടി ചെലവാകും. ഓക്കെ. അപ്പോ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന ആഗ്രഹമുണ്ട്. നല്ല വിദ്യാഭ്യാസം കൊടുക്കാൻ, വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താണോ കൊടുക്കുന്നത് അതാണ് നല്ല വിദ്യാഭ്യാസം. സ്കൂൾ കൊടുക്കുന്നതല്ല. ഒരു അച്ഛനമ്മയും കൊടുക്കുന്ന വിദ്യാഭ്യാസമാണ് ഒരു കുട്ടിക്ക് ഏറ്റവും നല്ല വിദ്യാഭ്യാസം. അതേപോലെ തന്നെ ഞാൻ അത് റിസർച്ച് ചെയ്ത് പറയുന്നതല്ല, വെറുതെ ഓരോ മണ്ടത്തരം വിളിച്ച് പറയുന്നതല്ല. കാരണം ലോകത്തെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്ന രാജ്യം ഏതാണെന്ന് അറിയോ? ഫിൻലാൻഡ്. ഫിൻലാൻഡിലാണ് ലോകത്തെ ഏറ്റവും നല്ല വിദ്യാഭ്യാസം ഉള്ളത്. നിങ്ങൾ ഫിൻലാൻഡിനെ കുറിച്ച് സെർച്ച് ചെയ്യും. ഫിൻലാൻഡിനെ കുറിച്ച് നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യും. ഞാൻ പറഞ്ഞ കാര്യം കറക്റ്റ് ആയിരിക്കും. ഫിൻലാൻഡില് കുട്ടി ഉണ്ടായാൽ അച്ഛനമ്മയും ജോലിക്ക് പോകണ്ട. ഒരു നിയമം അങ്ങനെയാ. അത് മാത്രല്ല, അച്ഛനമ്മ ജോലിക്ക് പോയാലും ശരി, കുട്ടി ഉണ്ടായി കഴിഞ്ഞാൽ, ഇപ്പൊ യൂറോപ്പിലൊക്കെ അങ്ങനെയല്ലേ, കുട്ടീനെ വീട്ടിൽ ഒറ്റയ്ക്കിട്ട് പോകാൻ പറ്റുമോ? യൂറോപ്പ് രാജ്യങ്ങളിൽ നിങ്ങൾ യൂറോപ്പിലേക്ക് പോയി ഇരിക്കുക, ഭാര്യയും ഭർത്താവും കൂടി പോയി. നമ്മുടെ നാട്ടിലെ പോലെ തൊട്ടപ്പുറത്തെ വീട്ടിലോ കുട്ടീനെ അവിടെ നിന്ന് ഏൽപ്പിച്ച് പോകാൻ പറ്റില്ല. കുട്ടീനെ ഒറ്റയ്ക്ക് കണ്ടാൽ അപ്പം മറ്റുള്ളൊരു അയൽക്കാരെ വിളിച്ച് കേസ് കൊടുക്കും പോലീസുകാരും. ഇവരെ വീട്ടിലെ കുട്ടി ഒറ്റയ്ക്ക് പുറത്തിറങ്ങി നടക്കണ്ടെന്ന് പറഞ്ഞിട്ട്. അവിടെ കുട്ടീനെ നോക്കാൻ നിന്നേ പറ്റൂ. അതാണ് അവിടെ നിയമം ആ രാജ്യത്തിന്റെ. അതുകൊണ്ടാണ് നിങ്ങൾ ഭാര്യ വിദേശത്ത് പോയാലും, യൂറോപ്പിൽ പോയാലും, ഭർത്താവ് യൂറോപ്പിൽ പോയാലും പിള്ളേരെ അറിവും തിരിച്ചറിവല്ല, അത് വേറെ. അപ്പോ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ കുട്ടികളെ നോക്കാൻ നിൽക്കുന്ന ഒരാള്. മനസ്സിലായോ? ഓക്കെ. സോ പറഞ്ഞത് പോയിന്റ് എന്നാൽ ഫിൻലാൻഡില് 7 വയസ്സ് വരെ സ്കൂളിൽ വിടാൻ പാടില്ല എന്നാണ് നിയമം. അതറിയോ? ഇപ്പൊ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, ഇപ്പൊ ഈ അടുത്തായിട്ട്. മുമ്പ് ഈ പറയുന്ന ഫിൻലാൻഡിലെ കുട്ടികള് 7 വയസ്സ് വരെ സ്കൂളിൽ പോകാൻ പാടില്ല. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്കൂളിൽ പോകാൻ പാടില്ല. അത് മാത്രല്ല, നിയമം അച്ഛനും അമ്മയും സംസാരിക്കുന്ന ഭാഷ ഏതാണോ അത് മക്കളെ പഠിപ്പിക്കണം. നമ്മളിവിടെ എന്റെ മോൻ ഇംഗ്ലീഷ് പഠിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലും വിടും, CBSE-ലും വിടും. അവിടെ പോയിട്ട് അവൻ ഇംഗ്ലീഷ് സംസാരിക്കും. കുട്ടികളോട് വീട്ടിൽ വന്നിട്ട് മലയാളം. ഇത് രണ്ടും കൂടി കോൺഫ്ലിക്റ്റ് ആവും. മര്യാദയ്ക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ പോലും പറ്റില്ല. CBSE സിലബസ് പഠിക്കുന്ന കുട്ടികളോട് ചോദിച്ചോ ടെൻഷൻ. ഞാൻ എത്രയോ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്തുള്ള എത്രയോ കുട്ടികളെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. CBSE പിള്ളേര് എന്റെ മുമ്പിൽ, എനിക്ക് ഇംഗ്ലീഷ് പൂർണ്ണമായിട്ട് സംസാരിക്കാൻ അറിയില്ല, എനിക്ക് ഇതിന്റെ ബേസിക് എല്ലാം അറിയാം. വാസ്, വില്ല്, ഇറ്റ് ഇതൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുക. അതുപോലെ തന്നെ വിൽ, ഹാവ്, യു ബീൻ, ഹാവ് ബീൻ, ഹാഡ് ബീൻ, ഹാസ് ബീൻ, ഇതൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുന്നതെല്ലാം എനിക്കറിയാം. ഓക്കെ. വിൽ ബി, ഹാവ്, ഇതൊക്കെ എനിക്ക് അത്യാവശ്യം അറിയാം. കാരണം ഞാൻ ബേസിക് എല്ലാം ഞാൻ പഠിച്ചിട്ടുണ്ട്. എനിക്ക് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാന്ന് പറഞ്ഞത് കുട്ടികളിയാ. ഓക്കെ. ഏത് ഭാഷ എനിക്ക് പഠിക്കാൻ പറ്റും? 3 മാസം ട്രെയിനിങ് എടുത്താൽ എനിക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ. അപ്പോ അവിടെ ആ അപ്പോ അപ്പൊ അവിടുത്തെ കുട്ടികൾ 7 കൊല്ലം വരെ സ്കൂളിൽ പോകാൻ പാടില്ല. അതുവരെ അച്ഛനമ്മയും ഏതാണോ ഭാഷ അതാണ് പഠിക്കേണ്ടത്. ട്രെയിനിങ് ഉണ്ട് അവർക്ക്, പേഴ്സണൽ ട്രെയിനിങ്, അതല്ല സ്കൂളിൽ വിടാൻ പാടില്ല. അത് കഴിഞ്ഞോ, സ്കൂളിൽ പോയി കഴിഞ്ഞാലോ അവർക്ക് എപ്പോഴാ? കാലത്ത് നേരത്തെ സ്കൂൾ തുറന്ന് ഉച്ചയ്ക്ക് സ്കൂളിൽ അടയ്ക്കും. ഉച്ച കഴിഞ്ഞ ഫ്രീയാ. അത് കഴിഞ്ഞ് ഇവർക്ക് ഗിത്താറോ വയലിനോ അവർക്ക് എന്താണോ അതെല്ലാം പഠിക്കാം. എക്സാം ഇല്ല. 10ാം ക്ലാസ് വരെ എക്സാം, പരീക്ഷ സാധനം ഇല്ല ഇവർക്ക്. അതറിയോ? ഇങ്ങനെയൊക്കെ ഒരു വിദ്യാഭ്യാസമുള്ള നാടാണ് ഫിൻലാൻഡ്. നിങ്ങൾ അന്വേഷിച്ച് നോക്കി. ഇപ്പൊക്കെ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ. ഇപ്പൊ കാരണം പണ്ട് അങ്ങനെയായിരുന്നു. ഇപ്പൊക്കെ കുറെ മാറ്റം വന്നിട്ടുണ്ട്. കാരണം അവിടെയൊക്കെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ഇടപെട്ടുകൊണ്ട്
ഇപ്പൊ കുറച്ച് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെയായിരുന്നു ഫിൻലാൻഡിലെ ജീവിതം, അവിടുത്തെ കുട്ടികള്. അതുകൊണ്ടാണ് അവർക്ക് അത്രയും മെമ്മറി പവർ. അപ്പൊ സ്കൂളെ വിട്ടതുകൊണ്ട് മാത്രം, CBSE സ്കൂൾ വിട്ടതുകൊണ്ട് മാത്രം നിങ്ങളുടെ ഉള്ളിൽ ബുദ്ധി ഉണ്ടാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, അതുപോലെ തന്നെ ഇവിടെ ഒരു 3 വയസ്സാകുമ്പോഴത്തേനും വിട്ടു. കേരളം വിടുന്നു. ഞാനതൊന്നും യോജിക്കുന്ന ആളല്ല കേട്ടോ. അതുകൊണ്ടാണ് പറഞ്ഞത്. നിങ്ങക്ക് അറിയില്ല, ഒരു കുട്ടീനെ എങ്ങനെ വളർത്തണമെന്ന് അറിയില്ല. കുട്ടി എന്താണെന്നോ അതെങ്ങനെയോ ഉണ്ടാവുന്നു, അതെങ്ങനെയോ വളരുന്നല്ലാണ്ട് അതിന് ട്രെയിനിങ് കൊടുക്കാൻ നിങ്ങൾക്ക് അറിയില്ല. അതിനെക്കുറിച്ച് നിങ്ങൾ പഠിച്ചിട്ടില്ല. ഓക്കെ. സോ അപ്പൊ നിങ്ങൾ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നതും കുട്ടീനെ വിടുന്നതും ഭക്ഷണം ഉണ്ടാക്കുന്നതും ഭർത്താവിനെ നോക്കുന്നതും ഭാര്യയെ നോക്കുന്നതും കറണ്ട് ബിൽ അടയ്ക്കുന്നതും ഇതെല്ലാം എന്തിൽ പെടും? സ്വപ്ന സാക്ഷാത്കാരത്തിന് ഉള്ളിൽ പെടുന്നതാണ് ഈ പെടുന്ന ഘടകങ്ങളെല്ലാം. ഭാര്യ, കുട്ടികള്, കല്യാണം എല്ലാം സ്വപ്ന സാക്ഷാത്കാരമാണ്. സ്വപ്നം ഒരു പെണ്ണിനെ പോയി കാണുന്നു, ഇവളെ കെട്ടണം, ഇങ്ങനെ പ്രേമിക്കുന്നു, ഇവളെ കെട്ടിയേ പറ്റി, ഇവനെ കെട്ടിയേ പറ്റി. ഇതെല്ലാം സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ പുറക. ഇതൊന്നും ആത്മസാക്ഷാത്കാരമായിട്ട് യാതൊരു ബന്ധമില്ല. അതുകൊണ്ടാണ് ഒരാളുടെ ജാതകം നോക്കി, ഒരാളുടെ ജാതകത്തിൽ നോക്കിയിട്ട് ട്ടാ, അല്ലാതെ പ്രശ്നം വെച്ചിട്ടോ മറ്റേ സിദ്ധി കിട്ടിയിട്ടോ അല്ല. ജാതകം നോക്കിയിട്ട് ഒരിക്കലും ഒരാള് കല്യാണം കഴിക്കോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ഒരാൾ കോടീശ്വരനാവോ ഇല്ലെന്ന് പറയാൻ പറ്റില്ല. കാരണം അതെല്ലാം ഈ കോടീശ്വരനാവുന്നതും കല്യാണം കഴിക്കുന്നതും കുട്ടികൾ ഉണ്ടാവുന്നതും എല്ലാം സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഫലമായിട്ടാണ്. അല്ലെ? ഇപ്പൊ നിങ്ങൾ ഈ കല്യാണം കഴിഞ്ഞ പല ആളുകളും കുട്ടി ഇപ്പൊ വേണ്ട എന്ന് തീരുമാനിച്ച ആളുകളുണ്ട്, കുട്ടി കുറച്ചുകൊണ്ട് മതി എന്ന് തീരുമാനിച്ച ആളുകളുണ്ട്, കുട്ടി പെട്ടെന്ന് വേണം എന്ന് തീരുമാനിച്ച ആളുകളുണ്ട്. അത് കിട്ടിയിട്ടുണ്ട്, കിട്ടാത്തവരുണ്ട്, കൂടിപ്പോയവരുണ്ട്, എല്ലാം ഉണ്ട്. ഇല്ലേ? ആൺകുട്ടി വേണമെന്ന് പറഞ്ഞിട്ട് പെൺകുട്ടി ആയവരുണ്ട്, പെൺകുട്ടി വേണമെന്ന് വിചാരിച്ചിട്ട് ആൺകുട്ടി ആയവരുണ്ട്, എല്ലാം ഉണ്ട്. അതൊന്നും നിങ്ങളെ കൺട്രോളിലല്ല വരുന്നത്. ബട്ട് ആ കുട്ടി എന്ന സാധനം നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന്റെ ഭാഗമാണ്, നിങ്ങളുടെ ആത്മ സാക്ഷാത്കാരത്തിന്റെ ഭാഗമല്ല. ശരിയല്ലേ? ഒരിക്കലില്ല. ആത്മസാക്ഷാത്കാരത്തിന്റെ ഭാഗമാണ് നിങ്ങളുടെ കുട്ടിയെങ്കിൽ നിങ്ങളുടെ കുട്ടികൾ കൊണ്ട് നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. നിങ്ങൾ പറഞ്ഞ പോലെ ആ കുട്ടി കേൾക്കും. ഓക്കെ, ശരി. ഇപ്പോ സ്വപ്ന സാക്ഷാത്കാരം മനസ്സിലായി അല്ലെ? കാറ്, വീട്, ബംഗ്ലാവ്, പണം, കല്യാണം, അതുപോലെ തന്നെ യാത്രകള്, ഇതെല്ലാം ആ നമ്മുടെ സ്വപ്ന സാക്ഷാത്കാരമാണ്. ആത്മസാക്ഷാത്കാരം എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ആത്മാവിനെ തിരിച്ചറിഞ്ഞ് കർമ്മത്തെ തിരിച്ചറിഞ്ഞ് കർമ്മത്തിലേക്ക് പോകുന്നതാണ് ഈ ആത്മസാക്ഷാത്കാരം. അപ്പൊ ആത്മാവിലേക്ക് അതിലേക്ക് തിരിച്ചു പോകണമെങ്കിൽ എന്ത് വേണം? ഏകദേശം ഒരു 40 വയസ്സ് കഴിഞ്ഞിരിക്കണം. ഒന്ന്. ഒന്ന് റൂള് 40 വയസ്സ് കഴിയണം. 2 ബാങ്കിലോ അതായത് സമാധാനമുള്ള പണം, ഒരു ഫ്ലോ, അതായത് പണം വരുന്നൊരു വഴി നിങ്ങൾ കണ്ടുപിടിച്ചിരിക്കണം. ഒരു ബിസിനസ് ആവുമ്പോൾ ലൈഫ് ലോങ് പണം വരുന്നൊരു വഴി കണ്ടുപിടിക്കണം. പണം നിങ്ങൾ വന്നുകൊണ്ടിരിക്കണം, പൈസ. സമാധാനം, പീസ്, അതായത് സമാധാനം ഉണ്ടാക്കണം എന്ന് കരുതി നിങ്ങൾ ഇറങ്ങണം. അത് ഫാമിലിയിലാവാം, കുട്ടികൾക്കാവാം, ഭാര്യയ്ക്കാവാം, നാട്ടുകാർക്കും ആയിക്കോട്ടെ. നിങ്ങൾ കുട്ടികൾക്ക് വേണ്ടി സമാധാനം ഉണ്ടാക്കിയാലും നിങ്ങൾ ആത്മസാക്ഷാത്കാരം ഉണ്ടാവും. നിങ്ങളുടെ ഭാര്യയ്ക്കും ഭർത്താവിനും സമാധാനം കൊടുത്താലും നിങ്ങൾ ആത്മസാക്ഷാത്കാരം ഉണ്ടാവും. നാട്ടിലെ അയൽക്കാർക്ക് കൊടുത്താലും ഉണ്ടാവും, ലോകത്തിന് കൊടുത്താലും ഉണ്ടാവും. അത് നിങ്ങളുടെ പവർ പോലെയൊക്കെ. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ഭർത്താവിന് സമാധാനം കൊടുത്താൽ മതിയെങ്കിൽ അങ്ങനെ പ്രശ്നമില്ല. അത് നിങ്ങളുടെ കുട്ടികൾക്ക് മാത്രം സമാധാനം കൊടുത്താൽ മതിയെങ്കിൽ അങ്ങനെ. നാടിന് വേണോ അങ്ങനെ. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അത് എത്രത്തോളം ആളുകളിലേക്ക് അത് വ്യാപിക്കുന്നുവോ അത്രത്തോളം നിങ്ങൾക്ക് അടുത്ത ജന്മത്തിലേക്ക് പുണ്യം കിട്ടും, അല്ലെങ്കിൽ ക്യാരി ഫോർവേഡ് ഉണ്ടാവും അർത്ഥം. ശരി. ഇപ്പോ ഒരു മെയിൻ പോയിന്റ് പറഞ്ഞുതരാം. അപ്പൊ ഈ ആത്മസാക്ഷാത്കാരത്തിനെ മനസ്സിലാക്കാനും ആത്മസാക്ഷാത്കാരം എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാനും മനസ്സിലാക്കാനും ഒരേ ഒരു വഴിയുള്ളത് എന്താ? ഒന്നിന് നമ്മൾ ആരാണെന്ന് മനസ്സിലാക്കി നമ്മളുടെ ഇന്നർ പവർ, നമ്മുടെ ഉള്ളിലുള്ള എനർജിനെ പുറത്തെടുക്കുക. അതായത് ഉള്ളിലുള്ള ഒരു പവർ, എവിടെയോ ഒളിച്ചിരിക്കുന്ന, അത് കണ്ടുപിടിക്കാൻ പറ്റാത്ത നിങ്ങളുടേത് മാത്രമായിട്ടുള്ള ഏതോ ഒരു ശക്തി, ഏതോ ഒരു പവർ നിങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട് എവിടെയോ. അത് നിങ്ങൾ കണ്ടുപിടിക്കുന്നത് ഈസിയാണ്. എന്റെ മുമ്പിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു 10-15 മിനിറ്റ് കൊണ്ട് കണ്ടുപിടിച്ചു. അങ്ങനെ വരുമ്പോട്ടോ അതിന് വേണ്ടിയിട്ട് ഒരു 5 മിനിറ്റ് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് പറ്റും. നിങ്ങൾ ഇങ്ങനെയാണ് പോകേണ്ടത്, നിങ്ങൾ ഇങ്ങനെയാണ് പോകേണ്ടിയിരുന്നത്, നിങ്ങളുടെ റൂട്ട് ഇങ്ങനെയാണ് എന്ന് ഗസ്റ്റ് ചെയ്ത് എനിക്ക് പറയാൻ പറ്റും. അത് കറക്റ്റ് ആയിരിക്കും. അപ്പൊ ആ റൂട്ട് പറഞ്ഞു തരാം. പിന്നെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടത് കണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ റൂട്ടിൽ പോയ ഓരോരോ ആളെന്ന് പറഞ്ഞ സ്റ്റാറ്റസ് തന്നെ കണ്ടായിരുന്നു. ആ ഡോക്ടർ ഉണ്ടല്ലോ, പറയാൻ പാടില്ലാത്ത കാര്യം, പക്ഷെ ആ ഡോക്ടർ രണ്ട് കൊല്ലം മുമ്പ്, 2 കൊല്ലം പോയുണ്ട്, 3 കൊല്ലം, ഏകദേശം 3 കൊല്ലം ഉണ്ട്. ആ 3 കൊല്ലം മുമ്പ് ഒരു ആസ്ട്രോളജി ഒക്കെ ഞാൻ പറഞ്ഞു കൊടുത്തിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് ആ ഡോക്ടർ എന്റെ അടുത്ത് വന്നെന്താ പറയും, ആകെ ഈ കോലൊന്നും ആയിരുന്നില്ല, ആകെ മുടിയൊക്കെ ചപ്പറ ചിപ്പറിട്ട് അങ്ങനെ ആളെ കാണാനില്ല ഇവിടെ. ഞാൻ ഉദാഹരണം പറഞ്ഞു തന്നേ. ഒരു ആരാണ്, നമ്മളെ
ലേഖ ചേച്ചി എങ്ങനെയായിരിക്കണം അതുപോലെയാണ് ഇരിക്കുന്നത്. താടിക്കും കൈ കൊടുത്ത് വെച്ചിട്ട് ഞാനിനിയിപ്പൊ ആകെ കൂടെ തവിട് പൊടിയായില്ലേ, ജീവിതം നശിച്ചു എന്ന് പറഞ്ഞിട്ട് എന്റെ മുമ്പിൽ വന്ന ആള്. അതായത് ഞാൻ ഡിവോഴ്സ് ചെയ്യാൻ പോവാ, എനിക്ക് ജീവിക്കാൻ വയ്യ, ഞാൻ രണ്ടാം കല്യാണം കഴിക്കണോ ഇനി, എനിക്ക് എന്തിട്ട് ചെയ്യണ്ടേ, ഐ മീൻ കുട്ടി വേണ്ട, കുട്ടിയൊന്നും താല്പര്യമില്ല, എനിക്ക് സെക്സ് ലൈഫിനോട് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്റെ അടുത്ത് ആ ഒരു പ്രശ്നം വന്നിട്ടുള്ള ആളാ. ഇപ്പോഴും വീഡിയോ റെക്കോർഡിംഗ് ഉണ്ട് എന്റെ കയ്യില്. ഓക്കെ, അങ്ങനെ അപ്പൊ വന്നപ്പോൾ പറഞ്ഞു ഞാൻ ഡോക്ടറാണ്, ആയുർവേദം ഇതും പഠിച്ചിട്ടുണ്ട്, ഡോക്ടറാണ്, ഡിവോഴ്സ് വേണം എന്ന് പറഞ്ഞിട്ട് എന്റെ അടുത്ത് വന്ന ഒരാളാ. ആള് ഇന്ന് ആള് ബുക്ക് എഴുതി, സ്വന്തമായിട്ട് പുസ്തകം എഴുതിയ ആള്. മനസ്സിലായി. എന്നിട്ട് ഇന്നലെ എനിക്ക് മെസ്സേജ് വിട്ടിട്ടുണ്ട്. ഇന്നലെ ഞാൻ സ്റ്റാറ്റസ് ഇടാൻ കാരണം ഈ മെസ്സേജ് വിട്ടുകൊണ്ടാണ് ഞാൻ സ്റ്റാറ്റസ് ഇട്ടത് തന്നെ. ഇതേ ഡോക്ടർ ശ്രീദേവി അവിടെ വെച്ചാൽ നാളെ ഗുരുവായൂരൊക്കെ ഉണ്ടാവുന്ന മെസ്സേജ് ഉണ്ട്. ഇൻസ്റ്റ ചെയ്യാറുണ്ട്, നന്നായി പ്രൊഫഷണൽ ഐറ്റം ഉണ്ടെന്നു. ആസ് യു സജസ്റ്റഡ് എന്ന് പറഞ്ഞ് എഴുതി കാണാൻ പറ്റും, വായിക്കാൻ പറ്റുന്നുണ്ടോ? ആസ് യു സജസ്റ്റഡ്. അതപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ, അങ്ങനെ പോട്ടെ, നല്ല കാര്യം, ഇനി ഒരുപാട് അത് ചെയ്യണം എന്ന് പറയുമ്പോൾ ആള് ഓക്കെ ഡിയർ, ഗുഡ് നൈറ്റ്, താങ്ക് യു എന്നിട്ട് മെസ്സേജ് ഉണ്ടോ. ഓക്കെ, ഫ്ലാറ്റ് വീട്ടിലെ തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു അതെടുത്ത് സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട് പറഞ്ഞപ്പോ ആള് താങ്ക് യു ഡിയർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു. ഒരു ഡോക്ടറാണ്. സോ ആ ഡോക്ടറുടെ ലൈഫ് ഞാൻ പറഞ്ഞ പോലെ പോയ ഒരേ ഒരാൾ മാത്രമേ ഉള്ളൂ. ബാക്കി ആരുമില്ല. ഞാൻ വേറെ ആരില്ല, ഒരു ആളല്ലാതെ വേറെ ആരും ഞാൻ പറഞ്ഞ കറക്റ്റ് പോയിന്റിൽ പോയിട്ടില്ല. വേറെ ആരും അങ്ങനെ പോയിട്ടില്ല. വേറെ ഇപ്പൊ 3500 അപ്പോയിന്റ്മെന്റ് കഴിഞ്ഞിട്ട് 3500 വരെ കഴിഞ്ഞിട്ടും അതില് ഈ ഡോക്ടർ അല്ലാതെ വേറെ ആരും ഇങ്ങനെ അതായത് ഒരു വട്ടം എന്നെ കോണ്ടാക്ട് ചെയ്തിട്ടുള്ള ആള്, ഒരു വട്ടം അപ്പോയിന്റ്മെന്റ് എടുത്തു, പിന്നെ എന്റെ ഒന്നും വീഡിയോ കാണാൻ, യൂട്യൂബ് കാണാൻ അവർക്ക് സമയം കിട്ടാറില്ല. മനസ്സിലായോ? ഞാൻ അതില് ഇത് ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ നാളെ നിങ്ങൾ യൂട്യൂബ് വീഡിയോ കാണുന്നുണ്ടാവുന്നല്ല ഞാൻ പറഞ്ഞത്. ആ ഡോക്ടർ വന്നു, 1 മണിക്കൂർ എടുത്തു, കംപ്ലീറ്റ് കാര്യം പറഞ്ഞു കൊടുത്തു. പ്രോബ്ലം എന്താണ്, സൊല്യൂഷൻ എന്താണ്, എങ്ങനെ പോകണം, ഏതാണ് ആത്മാവ്, സ്വപ്നം എന്താണ് എന്നൊക്കെ പറഞ്ഞു. കുട്ടി ഉണ്ടാവും, പെൺകുട്ടി ഉണ്ടാവും, കുട്ടി വേണം നമുക്ക്, അത് വേണം, ഭർത്താവിനോട് ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇങ്ങനെ വേണം, ഇങ്ങനെ ജീവിക്കണം എന്ന് പറഞ്ഞു പ്രോപ്പർ കഴിഞ്ഞ ആള് പോയി. സോ ആള് പിന്നെ എന്നെ ഫോളോ ചെയ്യാനോ അതിനൊന്നും നിന്നിട്ടില്ല. ആളെ ട്രാക്ക് എടുത്ത് അങ്ങനെ പോയിക്കൊണ്ടേയിരുന്നു. സോ ഇതുവരെ വേറെ സജഷൻ, വേറെ എന്ത് ചെയ്യണമെന്നൊന്നും ചോദിച്ചിട്ടില്ല ആള്. അത് ആളുടെ മൈൻഡിൽ കറക്റ്റ് ആയിട്ട് ഉണ്ടായിരുന്നു. കറക്റ്റ് ആയിട്ട് അപ്പൊ അത് തന്നെ എടുത്തു പോയി. ഇപ്പൊ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒക്കെ തുടങ്ങാൻ കുറച്ച് ലേറ്റ് ആയി പോയി എന്ന് മാത്രമേ ഉള്ളൂ. കുറച്ച് ലേറ്റ് ആയി പോയി, മുമ്പേ ചെയ്യണമായിരുന്നു. പക്ഷെ ആള് സ്വന്തമായിട്ട് പുസ്തകം എഴുതി, 2 ബുക്ക് എഴുതിയിട്ടുണ്ട്. ഓക്കെ, അത് മദനയോ അങ്ങനെ എന്താ പറഞ്ഞിട്ട് പുസ്തകം, ഇംഗ്ലീഷാണ്, എഴുതി. ഒരിക്കലും ഞാൻ പറഞ്ഞത് അതൊരിക്കലും ഇപ്പൊ ഇവിടെ ഒരുപാട് ഉണ്ട്, ശ്രുതിയുണ്ട്, പിന്നെ ആരൊക്കെയാ, അഞ്ജു ചേച്ചി ഉണ്ട്, അമ്പിളി ചേച്ചി ഉണ്ട്, സുലജ ചേച്ചി ഉണ്ട്, ലേഖ ചേച്ചി, നിങ്ങൾക്കും ആ ഡോക്ടറുടെ അതേ പൊസിഷനിൽ എത്താൻ പറ്റും. ഐ മീൻ ഡോക്ടർ ആവാനല്ല, നിങ്ങളെ കൊണ്ട് സാധിക്കും. ഞാൻ പറഞ്ഞത് അത് എന്നെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്റെ തത്വത്തെ നിങ്ങൾ കറക്റ്റ് ആയിട്ട് എടുത്തോണ്ട് പോയാൽ എത്തില്ല, ഒരു സംശയമില്ല. അല്ലെങ്കിൽ ഞാൻ ഈ പരിപാടി ഉപേക്ഷിക്കും. ഞാൻ വെറുതെ പറയുന്നില്ല, പറ്റുന്നുള്ള അതില് ഉറപ്പായിട്ടും പറ്റും. പക്ഷെ അത് എടുത്തു കൊണ്ടുവന്ന അത് ആ തത്വം കറക്റ്റ് മനസ്സിലാക്കി ആ റൂട്ടിൽ പോകണ്ടേ. കറക്റ്റ് ആ റൂട്ടിൽ പോയ ഓരോരാള് ആ ഡോക്ടർ മാത്രമല്ല, വേറെ ആളില്ല. നിങ്ങൾ വിചാരം ഡോക്ടർ ശ്രീദേവി എന്ന് പറയുമ്പോ ഇപ്പോഴാണ് ആ ഡോക്ടർ ശ്രീദേവി ഇത്രയും ഫേമസ് ആയത്. ആ ഡോക്ടർ ശ്രീദേവി ഫേമസ് ആണ് കാരണം എന്താ അറിയോ? ജോലിക്കൊന്നും പോകണ്ടെന്നില്ല ആള്. ആള് ഡോക്ടർ പഠിച്ചിട്ട് മാറി നോക്കിയിരിക്കായിരുന്നു. ഇതിപ്പോ എന്തിട്ട് ചെയ്യാ, ഇത് എന്ത് ലോകം ഇത്, ഞാനൊക്കെ പെട്ടിരുന്നോണ്ട് എന്റെ അടുത്ത് വന്നത്. ഞാൻ പറഞ്ഞു ഇങ്ങനെ പോ. കുറെ മെഡിക്കൽ ക്യാമ്പയിൻസിന്റെ കൂടെ ഭാഗമാവാൻ പറഞ്ഞു ആദ്യം. ക്യാമ്പയിൻ അറിയില്ലേ? ക്യാമ്പയിൻ എന്ന് പറഞ്ഞ ഓരോ നാട്ടിൽ ഇങ്ങനെ പോയിട്ട് ഇങ്ങനെ ക്യാമ്പയിൻസ് ഉണ്ടാവും ഫ്രീ ആയിട്ട്. അങ്ങനെ മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമാകാൻ പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ ക്യാമ്പിന്റെ ഭാഗമായ ആള്. അങ്ങനെ ക്യാമ്പുകളിൽ പോയി കുറെ പേർക്ക് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്ത് കൊടുക്കും. ഫ്രീ ആയിട്ട് ചെയ്യുന്നവരും അവരുടെ ആത്മാവിന്റെ ബലം കൂടി. അതാണ് അവർക്ക് സംഭവിച്ചത്. ഇനി നോക്കിക്കോ, ഒരു കൊല്ലം കൊണ്ട് ആ റേഞ്ചേ മാറിപ്പോകും, ആ ലെവലിലെത്ത ആള്. ഞാൻ എന്നിട്ട് ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തു. ഇനി മുതൽ ആയുർവേദമാണ് ലോകത്ത് ഇങ്ങനെ ഉയർന്നു വരാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞു കൊടുത്തു. ധൈര്യമായിട്ട് എന്റെ പുറകിൽ വെക്കും. ഇപ്പൊ ആൾ അതിനെ മുറുകെ പിടിച്ചേക്കാം. ഒരാള് ഇപ്പോഴാണ് ആള് ഡോക്ടർ എന്നൊക്കെ വിളിക്കാറായത്. അതുവരെ ഡോക്ടർ എന്നുള്ളൊരു പട്ടം മാത്രം ഉണ്ടായിരുന്നല്ലോ. അത് എന്ത് ചെയ്യാ, ഈ ഡോക്ടർ എന്നുള്ള പട്ടം എടുത്തിട്ട് എന്ത് ചെയ്യും? മെമ്മറി ഇല്ല ആൾക്ക്, മെമ്മറി ലോസാ. ഒരു കാര്യം ഓർമ്മയിലേക്കില്ലേ, എങ്ങനെയോ പഠിച്ച് പാസ്സായി ഡോക്ടറായി. ഒരു ആഗ്രഹം ഉണ്ടാവില്ലേ നമുക്ക് ജസ്റ്റ് ഒന്ന് ഡോക്ടർ ആവണമെന്ന്. അങ്ങനെ
അതേപോലെ തന്നെ ഇപ്പോഴും ഉണ്ട്. എന്റെ അപ്പോയിന്റ്മെന്റ് ഡോക്ടർ ഉണ്ട് ഇവിടെ. എന്റെ വീടിന് ഏകദേശം ഒരു 3-4 കിലോമീറ്റർ അടുത്തുണ്ട്. ഇതേപോലെ പെൺകുട്ടിയാ. ആ പെൺകുട്ടിയോട് ഞാൻ പറഞ്ഞു, "ദേ ഇതുപോലെ ഒരു ഡോക്ടർ വന്നിട്ടുണ്ട്." അവര് ഞാൻ പറഞ്ഞ പോലെ പോയപ്പോ റെഡിയായി. അപ്പൊ ഈ ഡോക്ടറുടെ ഭർത്താവ്, ഇവിടുത്തെ ഭർത്താവ് മരിച്ചു ഈ ഡോക്ടറുടെ. അപ്പൊ ഈ ഡോക്ടർ ഇപ്പൊ അതുപോലെ പോകാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ അവര് ഈ പറഞ്ഞ പോലെ വേറെ ഏതൊരു മൈൻഡിലുള്ളത് കൊണ്ട് ഇങ്ങനെ അപ്പം എത്താൻ പറ്റുന്നില്ല. മേ ബി ആയിരിക്കാം. ചിലപ്പോ ഒരു കൊല്ലം കഴിയുമ്പോ ചിലപ്പോ അവരെത്താം. അതുകൊണ്ട് ഈ 3500 പേരിൽ ഒരേ ഒരാള് മാത്രമാണ് ഞാൻ പറഞ്ഞ ട്രാക്ക് കറക്റ്റ് എടുത്ത് അങ്ങനെ തന്നെ പോയത്. ഒരു മാറ്റമില്ല. അത് അങ്ങനെ തന്നെ പോയി. ഒരു ഒരു ഒന്നും മാറ്റണ്ട, അങ്ങനെ കറക്റ്റ് ഭർത്താവിനോട് എങ്ങനെ പെരുമാറണം എന്ന് അങ്ങനെ പെരുമാറി. കുട്ടി ഉണ്ടാവണം എന്ന് പറഞ്ഞ് കുട്ടി ആദ്യം കുട്ടീനെ സൃഷ്ടിച്ച് കുട്ടി ആദ്യം കുട്ടിയായി. അതിനുശേഷം ആള് അപ്പൊ ഞാൻ പറഞ്ഞു, പ്രഗ്നന്റ് ആയാലും ഇഷ്ടംപോലെ സമയം കിട്ടും നിങ്ങൾക്ക്. ഒരു പണി ചെയ്യണ്ടല്ലോ പെണ്ണുങ്ങൾക്ക്. പെണ്ണുങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അപ്ഡേറ്റ് ആകാൻ പറ്റിയ സമയം എപ്പോഴാന്ന് അറിയോ? പ്രഗ്നന്റ് ആകുമ്പോ. പ്രഗ്നന്റ് ആയവന് പണിക്ക് പോകണ്ടല്ലോ. ഒരു 9 മാസം ഫ്രീ അല്ലേ? ഒരു പണി എടുക്കണ്ട. എന്നാൽ 9 മാസം അല്ലെങ്കിൽ 8 മാസം ഒന്നും ചെയ്യണ്ടല്ലോ. ഭർത്താവ് പറയും, അനങ്ങരുത്, ഓടരുത്, കുളിക്കരുത്, ചാടരുത് നാട്ടുകാർ മൊത്തം പറയും. അപ്പൊ എന്ത് ചെയ്യാ? ആ സമയത്ത് ദൈവമേ, ഞാനൊരു പെണ്ണായിരുന്നുണ്ടല്ലോ, ആ 9 മാസം കുത്തിയിരുന്ന് പഠിച്ചിട്ടുണ്ടാവും. ഒരു പണിക്കും പോകണ്ടല്ലോ. ആ 9 മാസം കുത്തിയിരുന്ന് ഇപ്പൊ എന്റെ ഇവിടെ ഒരു ചേച്ചി ഉണ്ടായിരുന്നു. ആ ചേച്ചി പ്രഗ്നന്റ് ആകുമ്പോൾ ഞാൻ പറഞ്ഞു, ചേച്ചിയെ പ്രഗ്നന്റ് ആണ് ചേച്ചി, ചേച്ചിക്ക് ഒരു പണി വീട്ടിലെടുക്കണ്ട. അല്ലെ, ഒരു പണി എടുക്കാൻ സമ്മതിക്കില്ല, നാട്ടുകാർ വീട്ടുകാർ സമ്മതിക്കില്ല. അപ്പൊ പണിയെടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടം, എടുക്കണ്ട. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ അച്ഛനും അമ്മ ഉണ്ടെങ്കിൽ ഇപ്പൊ വളക്കാപ്പുന്നുണ്ട്, ജോലിക്ക് പോകണ്ട. അതാ പറഞ്ഞത്, ജോലിക്ക് നിങ്ങൾ പോകേണ്ട ആവശ്യമില്ലെന്ന്. നിങ്ങളുടെ ഭർത്താവ് നല്ല ഭർത്താവാണെന്ന് ജോലിക്ക് പോകേണ്ട ആവശ്യമില്ലല്ലോ. ശരി. അപ്പൊ ഒരു 6 മാസം കഴിഞ്ഞ് കഴിഞ്ഞാല് ഫ്രീ ടൈം കിട്ടും. പണ്ടത്തെ പെണ്ണുങ്ങൾ ആര് പറഞ്ഞു? ഇപ്പത്തെ കാര്യമല്ല. ഇപ്പത്തെ പെണ്ണുങ്ങളല്ല ജോലിക്ക് പോകണം, കാശുണ്ടാക്കണം എന്നുണ്ട്. ഭർത്താവ് പറയും കുട്ടികൾ പോകണ്ട, കുട്ടികളൊന്നും വേണ്ട, ആദ്യം ജോലിക്ക് കൊണ്ട് കാശുണ്ടാക്കട്ടെ എന്ന് പറയും. അങ്ങനത്തെ സൈക്കോളജി ഉള്ള ആളാ. അവരുടെ കാര്യമല്ല ഞാൻ പറഞ്ഞ കേട്ടാ. ഞാൻ ജോലിക്ക് പോകുന്ന പെണ്ണുങ്ങളുടെ കാര്യമല്ല പറഞ്ഞത്. ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്, അതായത് താൻ ഒരു ഗർഭിണിയാണ് എന്നും തന്റെ അടുത്ത തലമുറയെ സംരക്ഷിക്കണമെന്നും തന്റെ അടുത്ത തലമുറ നല്ല കുട്ടിയായിട്ട് വളരണമെങ്കിൽ ഈ ഗർഭിണിയായിരിക്കുന്ന പെണ്ണ് എന്ത് വേണം? ഒരു ദിവസം മിനിമം ഒരു 3-4 മണിക്കൂറെങ്കിലും തന്റെ വയറ്റിൽ കിടന്ന കുട്ടിക്ക് വേണ്ടി സമയം ചെലവാക്കണം എന്നർത്ഥം. അത് മനസ്സിലായി? വയറ്റിൽ കിടന്ന കുട്ടി 3 മാസം മുതൽ എന്ത് ചെയ്യും? അതിന് അറിവും ബുദ്ധിയും ബോധവും ചെവിയൊക്കെ കേട്ട് തുടങ്ങും. അത് വിളിച്ച വിളിയൊക്കെ കേൾക്കുകയും ചെയ്യും. 3 മാസം മുതൽ തുടങ്ങും അതിന്റെ ബ്രെയിൻ ഡെവലപ്മെന്റ്. ആ ബ്രെയിൻ ഡെവലപ്പ് ചെയ്യുന്ന സമയത്ത് കുറെ ഇൻഫർമേഷൻസ് നിങ്ങൾ ഇപ്പോൾ അങ്ങോട്ട് ഇൻപുട്ട് ചെയ്യുകയാണെങ്കിൽ ആ കുട്ടി പുറത്ത് വന്ന് ഒരു 10-20 വയസ്സിനുള്ളിൽ തന്നെ അതിന്റെ ഇൻഫർമേഷൻ അത് ഔട്ട്പുട്ട് കൊടുക്കും. അപ്പൊ ചേച്ചി പറഞ്ഞു, ചേച്ചി ഇപ്പൊ ഒരു കാര്യം ചെയ്യ്, ചേച്ചി എന്ത് ചെയ്യും? അതായത് പ്രഗ്നന്റ് ആയിരിക്കാണ്, ഇപ്പൊ വീട്ടിൽ വെറുതെ ഇരിക്കുകയാണ്, ആരും ജോലി ചെയ്യാൻ സമ്മതിക്കില്ല, കുറെ കഥകൾ വായിക്കാൻ പറഞ്ഞു. മഹാഭാരതം, അതുപോലെ തന്നെ ഭഗവത്ഗീത, ഇതൊക്കെ കുത്തിയിരുന്ന് ഇങ്ങനെ വായിക്കാണ്. ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എന്താ ഗുണം ഉണ്ടായെന്നറിയും? കൊച്ചു വന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ കൊച്ചിന് എത്രയായിരുന്നു? 3-4 വയസ്സായി. ആള് മഹാഭാരത കഥയും രാമായണ കഥയൊക്കെ കുത്തിയിരുന്ന് കണ്ട് ഇങ്ങനെ ഇരിക്കുക, ടിവി കണ്ടിട്ട്. ഇപ്പഴത്തെ സീരിയൽ ഗെയിമും ഇതിന്റെ പുറകെയല്ലേ പോവാ. സീരിയൽസും ഗെയിമും അങ്ങനെ മറ്റേ സാധനം സൂപ്പർമാൻ സ്പൈഡർമാൻ ഒക്കെ പുറകിലല്ലേ. ഈ കുട്ടി മഹാഭാരതം അതുപോലെ ഭഗവത്ഗീത കേട്ടോണ്ടിരിക്കുന്നുണ്ട്, വചനമൊക്കെ പറയിപ്പോ. 4 വയസ്സായിട്ടുള്ളൂ. അതെന്താ കാരണം? പ്രഗ്നന്റ് ആയ സമയത്ത് അത് മെമ്മറിയിലേക്ക് ഇങ്ങനെ വായിച്ച് ഭഗവത്ഗീതയും അത് വായിച്ച് ആ കുട്ടിയുടെ മെമ്മറിയിൽ അത് കേറുന്നുണ്ട്. അപ്പൊ ചേച്ചി പറയും, ഇത്രയും പറഞ്ഞ് കറക്റ്റാട്ടാ. ഞാനും പ്രഗ്നന്റ് ആയ സമയത്ത് ഭഗവത്ഗീത രാമായണം ഇതൊക്കെ കുത്തിരുന്ന് വായിച്ചുകൊണ്ടാണ് ഇത് കൊച്ചിങ്ങനെ. അല്ലെങ്കിൽ ഒരു കൊച്ചും ഇല്ല. 4 വയസ്സ് പ്രായത്തിലുള്ള ഒരു കൊച്ചിന് ഈ നാട്ടിലില്ല അങ്ങനെ. നമ്മുടെ നാടുണ്ടല്ലോ, നാട്ടിലെ അങ്ങനെ കുട്ടിയില്ല. അപ്പൊ അതെന്തുകൊണ്ടായെന്നുണ്ടെങ്കിൽ നമ്മള് പറഞ്ഞ റൂട്ട് എടുത്ത് ആ കറക്റ്റ് ട്രാക്കിൽ പോയാൽ മാത്രം സംഭവിച്ചൊരു കാര്യം. ഇപ്പൊ ഭഗവത്ഗീതയും ഇതൊക്കെ ആള് വായിക്കും. അല്ല, അതിന് വചനങ്ങളൊക്കെ പറയും. കൃഷ്ണ, ഹേ കൃഷ്ണ, മറ്റേ ഈ ഡയലോഗ് പറയും. ഹേ അർജുന, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ. അങ്ങ് ഭയങ്കര രസാ. സോ ഒന്ന് ആലോചിച്ച് നോക്കിയേ. പുള്ളിയുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി ഇങ്ങനെയല്ല, ഇനി ഇങ്ങനെ അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഇപ്പത്തെ നിങ്ങളുടെ പിള്ളേർ എന്ത് ചെയ്യും? സ്പൈഡർമാന്റെ പോലെ ശക്തിമാൻ സ്പൈഡർമാനും അതുപോലെ തന്നെ സ്പൈഡർമാന്റെ വേഷം ഇട്ട് ഇങ്ങനെ വരും. ഞാൻ സ്പൈഡർമാൻ എന്ന് പറഞ്ഞിട്ട്. ആ കുട്ടി സ്പൈഡർമാൻ അല്ല, ആ കുട്ടി കൃഷ്ണനായിട്ട് അവന്റെ ഉള്ളില്. മനസ്സിലായോ തത്വം? നാളെ അത് യുദ്ധം ചെയ്യോ ആറ്റമം പൊട്ടിയോ എന്ന് എനിക്കറിയില്ല, അത് വേറെ. ബട്ട് അവന്റെ ഉള്ളിൽ അവൻ കൃഷ്ണനും രാമനും ബലരാമനും ഇവരൊക്കെയാ അവന്റെ ഉള്ളില്. നിങ്ങളുടെ മക്കളുടെ ഉള്ളിൽ എന്നിട്ടാ സ്പൈഡർമാനും ബാറ്റ്മാനും മങ്കിമാനും ഇതൊക്കെയാണ് നിങ്ങളുടെ മക്കളുടെ ഉള്ളില്. ആര് കുത്തിക്കയറ്റി? നിങ്ങൾ കുത്തിക്കയറ്റിയത്. എന്നിട്ട് കുട്ടീനെ കുറ്റം പറയും. മനസ്സിലായോ? സ്പൈഡർമാൻ ഡ്രസ് വേണം, സ്പൈഡർമാൻ നടക്കണം. ഓക്കെ.
അതെ ഇവിടെ ഇതിന്റെ ഗീത ചേച്ചി എന്റെ കുട്ടിക്ക് അച്ഛൻ കവിത ചൊല്ലി കൊടുത്തിരുന്നു. ഇപ്പൊ ജനിച്ചതിന് ശേഷം നന്നായിട്ട് കവിത ചൊല്ലുന്നു. നിങ്ങൾക്ക് വൈറ്റ് അപ്പൊ ഒന്ന് മനസ്സിലാക്കി വെക്കുക, ഇതാണ് ജീവിതം. ഇതാണ് നമ്മുടെ സ്വപ്നങ്ങളെ അല്ലെങ്കിൽ ആത്മസാക്ഷാത്കാരത്തെ നമ്മുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടിക്ക് പോലും ട്രാൻസ്ഫർ കൊടുക്കാൻ പറ്റും. നീ ഇങ്ങനെ വളർന്നാൽ മതി എന്ന് പറഞ്ഞാൽ ആ കുട്ടി അങ്ങനെയേ വളരും. മനസ്സിലായോ? നീ ഇന്നതാവണം എന്ന് അതിൽ ട്രെയിനിങ് കൊടുത്താല് വയറ്റിനുള്ളിൽ വെച്ചിട്ട് വയറിനുള്ളിൽ കിടക്കുമ്പോ ഒരു സ്ത്രീ ആ തന്റെ കുട്ടിക്ക് നീ ആണാലും പെണ്ണാലും ഒരു ഡാൻസുകാരി ആവണം എന്ന് കരുതിയിട്ട് ഈ 9 മാസം ഉണ്ടല്ലോ, അതായത് ഈ 8 മാസം ഉണ്ടല്ലോ, ആ സമയത്ത് ഡാൻസ് പഠിച്ചു വെക്കിയേ. പതുക്കെ മീൻ വലിയ ഡാൻസ് അല്ല, പതുക്കെ ഡാൻസിന്റെ സ്റ്റെപ്പുകള്, ഡാൻസ് എന്താണെന്നൊക്കെ പഠിച്ചു വെക്കിയേ. ആ കുട്ടി ഡാൻസർ ആവും. ഇനി നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ഡോക്ടർ ആണെങ്കിൽ നിങ്ങൾ മെഡിസിനെ കുറിച്ച് പഠിച്ചു വെക്കിയ പുസ്തകം പ്രഗ്നന്റ് ആയിരിക്കുമ്പോ നിങ്ങളുടെ കുട്ടി ഡോക്ടർ മെഡിസിൻ ആവും. നിങ്ങളുടെ കുട്ടി സയന്റിസ്റ്റ് ആവണോ? നിങ്ങൾ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് എന്ത് ചെയ്യാ? ഭാര്യയും ഭർത്താവും കൂടിയിട്ട് സയൻസിനെ കുറിച്ചും സയന്റിഫിക് മാറ്റിനെ കുറിച്ചും മറ്റേ ഈ സ്ക്വയറും അത് ഇതൊക്കെ ഒന്ന് കുത്തിയിരുന്ന് പഠിച്ചു നോക്കിയേ. നിങ്ങളുടെ കുട്ടി സയന്റിസ്റ്റ് ആവും. വയറ്റിൽ കിടക്കുന്ന കുട്ടി ജനിച്ചു വരുമ്പോഴേ സയന്റിസ്റ്റുടെ പുറത്തേക്ക് വരാം. അതറിയാം നിങ്ങക്ക്? ഇതൊക്കെ കേൾക്കുമ്പോ തള്ളാന്ന് വിചാരിക്കണ്ട. ഇതൊക്കെ ഞാൻ പ്രൂവ് ചെയ്തിട്ടുള്ള ഒരാളാണ്. ഓക്കെ, ഇനി ഞാൻ കല്യാണം പ്രൂവ് ചെയ്യേണ്ടി വരും. പക്ഷെ ഞാനത് പ്രൂവ് ചെയ്തിട്ടുണ്ട് പല കുട്ടികളിലും. ആ വയറ്റിൽ കിടക്കുന്ന കുട്ടിയുടെ സൈക്കോളജി വരെ നമ്മൾ കണ്ടുപിടിച്ച് കൊടുക്കുന്നത്. ഇതാണ് അതിന്റെ സൈക്കോളജി, നോക്കിക്കോ. അത് അതുപോലെ തന്നെ. പാട്ടാണെ പാട്ട്, ഡാൻസ് ആണെ ഡാൻസ്. അതുപോലെ സംഭവിക്കുക. കാരണം എന്താ? ആ കുട്ടിയുടെ അമ്മ ഏത് വിഷയത്തിലാണോ ഇൻവോൾവ് ആവുന്നത്, ആ ഇൻവോൾവ്മെന്റ് ആ ടൈമിലുണ്ടല്ലോ, അവർക്ക് ആ ടൈമിൽ ഒരു ചിന്ത അവർക്ക് ഉണ്ടാവുമല്ലോ പ്രഗ്നന്റ് ആയിരിക്കുമ്പോ. അതിപ്പോ ഫോൺ നോക്കി കുത്തിക്കുന്ന പെണ്ണുങ്ങളാണല്ലോ, പൊട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആദ്യം ഫോണാ ചോദിക്കുക. അതിന് കുട്ടിയെ കുറ്റമുണ്ടല്ല കാര്യമുണ്ട്. സോ നിങ്ങളുടെ വയറ്റിൽ കിടന്ന കുട്ടിയുടെ സൈക്കോളജി മാറ്റാൻ പറ്റും. പക്ഷെ ഇതൊന്നും പറഞ്ഞു തരാൻ നിങ്ങളുടെ അച്ഛനമ്മമാരുണ്ടായിരുന്നില്ലേ? നിങ്ങളെങ്കിലും ദൈവം നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുക. ഇങ്ങനെ സംഭവമുണ്ടോ മോനെ ഇങ്ങനെ സംഭവമുണ്ട്. ഇത് നിങ്ങളായിട്ട് തന്നെ അടുത്ത തലമുറ കൊടുക്കുക. അപ്പോ ആത്മസാക്ഷാത്കാരം എന്ന് പറഞ്ഞ സാധനം നിങ്ങൾക്കില്ലാത്ത, നിങ്ങളുടെ കാര്യം നടക്കാത്ത ഒരു സംഗതി സ്ത്രീകൾക്കുണ്ടെങ്കിൽ അത് നിങ്ങളുടെ മകന് ട്രാൻസ്ഫർ കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ വയറ്റിൽ കിടക്കുന്ന കുട്ടി ആണാണോ പെണ്ണായിക്കോട്ടെ അതിന് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അതിന് അവിടെ ഇൻപുട്ട് കൊടുക്കണം. ഒരു മരം വളർന്ന് വലുതായിട്ട് അത് ചോദിച്ചിട്ട് അതിന്റെ മുകളിൽ വളമിട്ടിട്ട് കാര്യമില്ല. അതിനെ മെണ്ടാക്കൊണ്ട് വളമിട്ടിട്ട് കാര്യമില്ല. അത് വളർന്നു വരുമ്പോൾ അതിന്റെ അടിയിൽ വളം കൊടുക്കണം. കൊടുത്താൽ അത് വളരും. എല്ലാവരുടെ ചോദ്യം ഞാൻ യൂട്യൂബിൽ പറഞ്ഞിട്ടുള്ള കാര്യ. ചൈനീസ് ഒരു മുളനെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ചൈനീസ് മുള 5 കൊല്ലം ഞാൻ ആരാണെന്നുണ്ട് 2 വീഡിയോസ് ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആ ചൈനീസ് മുള എന്ന് പറഞ്ഞാൽ എനിക്ക് പ്രത്യേകത ഉണ്ട്. 5 കൊല്ലം അത് വളരില്ല. 5 കൊല്ലം അതിന് ചെടിയും വെള്ളവും വളവും കുട്ടി എന്താണെന്നുള്ള അച്ഛനും പങ്കില്ല. ആ ഭാര്യനെ സഹായിക്കുക. ഇതായിരിക്കും വലിയ പൊട്ടത്തരം. ഇത് ആരോ വെച്ചാണ് നിങ്ങളുടെ ഭാര്യക്ക് ട്രെയിനിങ് കൊടുക്കണം. നിങ്ങളുടെ ഭാര്യ ഇന്ന സമയത്ത് ഇന്ന പുസ്തകം വായിക്കണം, ഇന്ന സമയത്ത് ബുക്കും, ഇന്ന സമയത്ത് അതിനുള്ള കാര്യങ്ങൾ, അതായത് നിങ്ങളുടെ കുട്ടിക്ക് ആവാനായിട്ടുള്ള ഇൻസ്ട്രുമെന്റ്, അതായത് രാമായണം, ഭഗവത്ഗീത, സയൻസ് സയന്റിഫിക് ബുക്കുകൾ അതെല്ലാം പ്രൊവൈഡ് ചെയ്യാനും ഭാര്യ എടുക്കേണ്ട പണി. അതായത് ഭാര്യക്ക് അതെല്ലാം അത് പ്രോപ്പർ വാല്യൂ ഭാര്യ അത് ചെയ്യുന്നുണ്ടെന്നും ഗൈഡ് ചെയ്യുന്നതാണ് ഒരു അച്ഛന്റെ കടമ. മനസ്സിലായ? അല്ലാണ്ട് അച്ഛനൊരു പങ്കില്ലെന്ന്. അച്ഛനല്ല ഒത്തിരി കാര്യം ചെയ്യാൻ പറ്റുക. അച്ഛൻ ഭാര്യയെ കൊണ്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്യിപ്പിക്കാതിരിക്കുക എന്നാണ് കാര്യം. അതായത് വേറൊരു ട്രാക്കിലേക്കും വിടാതെ നിങ്ങളുടെ ഭാര്യനെ, സ്വന്തം ഭാര്യനെ പ്രൊട്ടക്ട് ചെയ്ത് ആളെ മൈൻഡിനെ കൂളാക്കി എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നീ പ്രഗ്നന്റ് ആണ്, ഞാൻ ചെയ്തോളാം, ചായ ഞാൻ ഉണ്ടാക്കിക്കോളാം. പണി കഴിഞ്ഞൊന്ന് ഇപ്പൊ എത്രയോ പെണ്ണുങ്ങള് ജോലി കഴിഞ്ഞൊന്ന് മക്കളെ നോക്കണില്ലേ, ഭക്ഷണം വീട്ടിൽ ഉണ്ടാക്കണില്ലേ? അതുപോലെ എന്ത് ഭർത്താവ് ഉണ്ടാക്കിക്കൂടെ? ജോലി കഴിഞ്ഞ് ഫുഡൊക്കെ ഞാൻ ഉണ്ടാക്കിക്കോളാം, നീ ഇരുന്ന് പഠിച്ചോ, നീ കൊച്ചുങ്ങളെ ട്രെയിനിങ് കൊടുക്ക്, അങ്ങനെ പറഞ്ഞ് ചെയ്യിപ്പിച്ചോട്ടെ. അതാണ് ഭർത്താവിന്റെ ഉത്തരവാദിത്വം. ഓക്കെ, പണ്ട് കാലം തൊട്ട് അങ്ങനെയായിരുന്നു. കാരണം പണ്ട് കാലം തൊട്ട് ഭർത്താവ് ഒരു പോക്ക് ചന്തയ്ക്ക് മാർക്കറ്റിലും പോയി കഴിഞ്ഞാല് വരുന്ന ഒരാഴ്ച കണ്ടേക്ക് വരുള്ളൂ. അപ്പൊ കാര്യം മനസ്സിലായോ? അപ്പൊ നിങ്ങളുടെ ഭാര്യക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ വയറ്റിലിരുന്ന കുട്ടിക്ക് പഠിക്കാൻ, അതായത് എന്ത് ട്രെയിനിങ് ആണ് കൊടുക്കേണ്ടത് അതിനുള്ള സാഹചര്യം നിങ്ങളുടെ ഭാര്യക്ക് നൽകുക. വീടാണെങ്കിൽ വീട്, കാട്ടിൽ കൊണ്ടുപോകണ കാട്ടിൽ കൊണ്ടുപോകാൻ എന്താണോ അത്, ആ ഭാര്യയുടെ ആഗ്രഹങ്ങളും അതിന് നിലനിർത്താൻ വേണ്ടി അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, ബേസിക് അടിത്തറ ഫൗണ്ടേഷൻ റെഡിയാക്കലാണ് അച്ഛന്റെ ഉത്തരവാദിത്വം. കാര്യം മനസ്സിലായോ? ഓക്കെ. സ്ത്രീയുടെ മനസ്സിലൂടെ മാത്രമേ കൊച്ചിന്റെ ഇതിലേക്ക് കടത്തിവിടാൻ പറ്റുള്ളൂ ഇൻഫർമേഷൻ. അതായത് ഭർത്താവിന് നേരിട്ട് ഒന്നും ചെയ്യാൻ പറ്റാതെ ഭാര്യയുടെ മനസ്സിനെ കീഴടക്കി ഭാര്യയുടെ മനസ്സിന്റെ ഉള്ളിലൂടെ എവിടേക്ക് എത്താൻ പറ്റും? കുട്ടിയിലേക്ക് എത്താൻ പറ്റും. കാരണം അച്ഛന് ഡയറക്റ്റ് കുട്ടിയിലേക്ക് സിങ്ക് ചെയ്യാൻ പറ്റില്ലെന്ന് അർത്ഥം. അതങ്ങനെയാ, പ്രകൃതി അങ്ങനെയാണ് അതിനെ പ്രൊട്ടക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്.
ഭാര്യനെ ഉപദേശിക്കും തോറും, ഭാര്യനെ സ്നേഹിക്കും തോറും, ഭാര്യയ്ക്കുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതിലൂടെ, അതായത് ഒരു അച്ഛന്റെ ആഗ്രഹം എന്താണ്? കുട്ടി ഡോക്ടർ ആവണമെന്ന്. അപ്പൊ ഭാര്യനെ കൊണ്ട് പിടിക്കുക. അത് എന്നിട്ട് അതിന് സോപ്പിടുക. അതെ നീ പ്രഗ്നന്റ് ആണ്, നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ കുറച്ച് മറ്റേ മാത്സിന്റെയും മറ്റേ സയൻസിന്റെയും ഈ ഡോക്ടറിന്റെയും മെഡിസിൻസിന്റെയും കുറെ ബുക്കുകളൊക്കെ ഞാൻ തരാം. ആരോഗ്യം നിലനിർത്തുന്നത് എങ്ങനെ, ആരോഗ്യമായിട്ടുള്ള ജീവിതം എന്ത്, അങ്ങനെയൊക്കെയുള്ള ബുക്കുകൾ വാങ്ങിക്കാം. അപ്പൊ നീ ഇരുന്ന് വായിക്കി, നിനക്ക് എല്ലാ കാര്യം ഞാൻ ചെയ്തു തരാന്ന് പറയുമ്പോ ഭാര്യ അത് എനിക്ക് പറ്റില്ല പറഞ്ഞാലോ, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല അതിനകത്ത്. അപ്പൊ ഭാര്യയ്ക്കുള്ള കാര്യം ചെയ്തു കൊടുക്കണം നിങ്ങളുടെ ഉത്തരവാദിത്തം. അതാണ് ഭർത്താവിന്റെ ഡ്യൂട്ടി. ഓക്കെ ഓക്കെ, അങ്ങനെ കാര്യം പറയുമ്പോൾ ഭാര്യ അനുസരിക്കണം. അതാണ് ഒരു ഭാര്യ. ഓക്കെ, പറ്റില്ല പറഞ്ഞാൽ അത് നിങ്ങളുടെ ഭാര്യയല്ല. ഭാര്യ അല്ല പറഞ്ഞാൽ മീൻസ് നിങ്ങളുടെ ആത്മാവിന് ചേർന്ന എല്ലാ സാധനം എവിടുന്നോ വഴിന്ന് കളഞ്ഞിട്ടിയെന്ന് അർത്ഥം. പൊറിക്കൊണ്ട് പോകുന്നതാണ്. ഓക്കെ, കണ്ടപ്പോ അതിനെ അട്രാക്ട് ആയി പോകുന്നതാണ് അർത്ഥം. നിങ്ങൾ കറക്റ്റ് നിങ്ങളുടെ പാറ്റേണിലുള്ള വൈഫിനെ നിങ്ങൾ എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് പറഞ്ഞത് അത് കറക്റ്റ് കേൾക്കും, അതനുസരിക്കും. കാര്യം മനസ്സിലായോ? അപ്പോ അങ്ങനെ നിങ്ങളുടെ കുട്ടീനെ വാർത്തെടുക്കാൻ പറ്റും. ഇതാണ് സ്വപ്ന സാക്ഷാത്കാരവും ആത്മസാക്ഷാത്കാരവും തമ്മിലുള്ള വ്യത്യാസം. സ്വപ്ന സാക്ഷാത്കാരം എന്താ സംഭവിക്കുക? കൊച്ചുണ്ടാവണം. അത് ആണോ പെണ്ണ ആരും ആയിക്കോട്ടെ, കുഴപ്പമൊന്നുമില്ല. കൊച്ചിനെ ഡോക്ടറാകണം. അതിനുവേണ്ടി എന്ത് ചെയ്യും? ഒന്നും ചെയ്യില്ല. ഡോക്ടറാവണം. എന്നിട്ട് പോയി കടയിട്ട് അധ്വാനിച്ച് ആ കൊച്ചിനെ തല്ലി വളർത്തും. നീ എന്തിനാ പഠിക്കാത്ത? നീ എത്ര പഠിക്കാത്ത? നിന്നെ ഒരു എഞ്ചിനീയറും ഡോക്ടറാണെന്നല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെടണേ. ഞാൻ കാലത്ത് എന്റെ ഒരു പാടുപെട്ട് കാലത്ത് എന്നിട്ട് പോയിട്ട് നീ ഇത്ര മാർക്ക് മേടിക്കാനാണോടാ നിന്നെ ഞാൻ പഠിപ്പിച്ചുണ്ടാക്കുന്നത്. ചൈനീസ് മോളോട് കേട്ടോ, ഒരു മിനിറ്റ് പറഞ്ഞത്. എന്നിട്ട് ആ കുട്ടീനെ ഇട്ട് മെണ്ടക്കിട്ട് തല്ലിക്കൊണ്ടിരിക്കും. ഒരു കാര്യമില്ല. ആ കുട്ടിക്ക് ബോധമുണ്ടെങ്കിൽ ആ കുട്ടി ഇപ്പൊ ഞാനാണെങ്കിൽ ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളൊരു ഗർഭിണിയായിരിക്കുമ്പോ ട്രെയിൻ കൊടുത്ത് ഞാൻ ആരായാന്. സോ അപ്പൊ നിങ്ങൾ അതിന് തല്ലിയിട്ട് ഒരു കാര്യമില്ലെന്ന് അർത്ഥം. കാരണം അതുകൊണ്ടാണ് ഫിൻലാൻഡ് പോലുള്ള രാജ്യങ്ങളിൽ മാതൃഭാഷ ആദ്യം പഠിപ്പിക്കുന്നത്. കമ്മ്യൂണിക്കേഷൻ ആദ്യം കറക്റ്റ് ആവണ്ടേ? ഒരു കാര്യം പറഞ്ഞ കൊച്ചിന് മനസ്സിലാവണ്ടേ? ഇതിപ്പം നിങ്ങൾ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ചിട്ട് കൊച്ചിന് മലയാളം അറിയില്ല, ഇംഗ്ലീഷിലും അറിയില്ല. ഇനി ഞാൻ ചലഞ്ച് ചെയ്യാം. CBSE ഇപ്പൊ NCERT സിലബസ് ഒക്കെ വേറെ ഉണ്ട്. പക്ഷെ CBSE സിലബസ് ഇപ്പൊ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ് സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾക്ക് തോന്നാണ് അവർ ഇംഗ്ലീഷിൽ 4 വാക്കുകൾ പറയുമ്പോ എന്റെ മോൾക്കും മോനും ഭയങ്കര ഇംഗ്ലീഷിലറിയോ, ഒരു മണ്ണാങ്കട്ടയില്ല. CBSE സിലബസ് പഠിച്ച 10ാം ക്ലാസ്സിൽ ഫുൾ A+ വെച്ച കുട്ടീനെ എന്റെ അടുത്ത് കൊണ്ടുപോരാ, അവർക്ക് ഇംഗ്ലീഷ് ഫ്ലുവന്റ് സംസാരിക്കാൻ അറിയില്ല എന്ന് ഞാൻ തെളിച്ചു തരാം. ആ ഗർഭിണികൾക്ക് ട്രെയിനിങ് എന്ന സംരംഭം തുടങ്ങണം. ആദ്യം നിങ്ങളത് ആ ലെവലിൽ എത്തണം. നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് സെറ്റ് ആവണം. പണം ഉണ്ടാക്കി അല്ലെങ്കിൽ സെറ്റ് ആവണം. അല്ലെങ്കിൽ നിങ്ങൾ ആ ട്രെയിനിങ് കൊടുക്കാൻ പാകത്തുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവണം. ശരിയാണോ കട? ചൈനീസ് മുള 5 കൊല്ലം വളരില്ല. അതായത് അത് ഇത്ര ഹൈറ്റുള്ള ഇത്ര ഹൈറ്റുള്ള വെച്ചാൽ അത് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. 5 കൊല്ലം. 5 കൊല്ലം അതിന് ചെടി വെള്ളം ഒഴിച്ചു കൊടുത്താലും നിങ്ങൾ വളമിട്ട് കൊടുത്താലും അതിന് എന്തൊക്കെ ചെയ്താലും എങ്ങനെയൊക്കെ പരിപാലിച്ചാലും അത് അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. ഓക്കെ, അത് മ്യൂട്ട് ചെയ്ത ഒന്ന്. ആരുടെങ്കിലും മൈക്ക് ഓൺ ആണല്ലോ. ചൈനീസ് മുള അങ്ങനെ തന്നെ നിൽക്കുള്ളൂ. അതൊരു ഒരു പ്രത്യേക ടൈപ്പ് മുളയാണത്. പക്ഷെ 5 കൊല്ലം കഴിഞ്ഞാൽ കറക്റ്റ് 5 കൊല്ലം തികയുന്ന സമയമുണ്ടല്ലോ, ആ ദിവസം ആ മുള പട്ടേന്നിട്ട് വളർന്നു വരും. വെറും 15 ദിവസം കൊണ്ട് ഈ മുള 40 അടി ഹൈറ്റ് ആവും. ലോകത്ത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരേ ഒരു മുള അത് മാത്രമേ ഉള്ളൂ. കണ്ണുകൊണ്ട് കാണാൻ പറ്റും വളരുന്നത്. ഒരു ദിവസം 1 അടി 1.5 അടി വളരും. ഒരു ദിവസം പെർ ഡേ. നിങ്ങൾ കണ്ണുകൊണ്ട് ഇങ്ങനെ നോക്കി കഴിഞ്ഞാല് ലോകത്ത് മരം വളരുന്നത് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന ഒരേ ഒരു ചെടി അത് മാത്രമേ ഉള്ളൂ എന്നർത്ഥം. കണ്ണുകൊണ്ട് നോക്കി അത് ഇങ്ങനെ വളർന്നു വരുന്നത് കാണാൻ പറ്റും. ഫാസ്റ്റ് ഗ്രോത്ത്. പക്ഷെ എന്റെ ചോദ്യം അതൊന്നുമല്ല. ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ 5 കൊല്ലം അത് എന്ത് ചെയ്യാമെന്നാണ് ചോദ്യം. ഈ 5 കൊല്ലം ഈ വൃക്ഷം അല്ലെങ്കിൽ ഈ മുള എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത് എന്നാണ് ചോദ്യം. ചൈനീസ് നാടുകളിലെ അവരെന്താ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള മുളകളുണ്ടല്ലോ, ഈ മുളകള് വെച്ച് പിടിപ്പിക്കും ഓരോ സ്ഥലങ്ങളില്. എന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ടെങ്കിൽ ഇവര് കുറച്ച് ഇതിന്റെ പ്രത്യേക ടൈം കഴിയുന്ന സമയത്ത് ഇവര് മുള കുഴിച്ചിട്ടില്ലേ, ആ കുഴിച്ചിട്ടുന്ന സ്ഥലത്ത് കുഴിക്കും. കുഴിച്ചിട്ട് ഇതിന്റെ വേര് എവിടേക്കാണോ പോയിരിക്കുന്നത് ആ വേര് തപ്പി 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 ഇങ്ങനെ കുഴിച്ച് ഇങ്ങനെ പോകും. ചിലപ്പോ ഇവിടെ ചെടി നിൽക്കുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഒരു
ഏകദേശം ഒരു 500 മീറ്റർ 600 മീറ്ററിലൊക്കെ ഇതിന്റെ വേര് പോയിട്ടുണ്ടാവും. ആ വേര് തേടി പോയിട്ട് ആ വേരും തേടി പോയിട്ട് ആ വേരിന്റെ അവസാനം എവിടെയാണോ നിൽക്കുന്നത് അവിടെ പോയിട്ട് അവിടുത്തെ മണ്ണാണ് അങ്ങനെയാണ് എക്കൽ മണ്ണും പല ടൈപ്പ് മണ്ണുകളും അവർ കണ്ടുപിടിക്കുന്നത്. ചൈനീസ് പാത്രം ഇതുപോലത്തെ സാധനങ്ങൾ കൊണ്ടുവരുന്നത് ഇതൊക്കെ മണ്ണല്ലേ. ഇത് കണ്ടുപിടിക്കുന്നത് ഇതുപോലത്തെ മണ്ണ് കണ്ടുപിടിക്കണ്ടേ ഉണ്ടാക്കാൻ ഫിൽട്ടർ ചെയ്ത് മണ്ണ് അത് കണ്ടുപിടിക്കുന്നത് അങ്ങനെയാണ്. അതിന്റെ അർത്ഥം ഈ 5 കൊല്ലം ഈ മുള താഴോട്ട് വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് തന്നെയാണ് എന്റെ ജീവിതവും. ഞാൻ ഈ മാജിക്കും താങ്ക്യുമാനും നടക്കുന്ന സമയത്ത് ഈ സമയത്ത് ഞാൻ ആഴങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതുപോലെ ഈ മുള 5 വർഷമായിട്ട് അതിന് ഒരു സമയത്ത് വളരേണ്ട സമയം വരുമെന്നും ആ വളരുന്ന സമയത്തിന് വേണ്ടിയിട്ട് വെള്ളവും ഊർജവും ജലവും എല്ലാം എവിടെയാണോ ഇരിക്കുന്നത് അവിടേക്ക് ഉള്ളിലേക്ക് ഇറങ്ങിപ്പോയിട്ട് അതെല്ലാം പ്രോപ്പർ വേലി പല സ്ഥലങ്ങളിലും പോയി കണ്ടെത്തി തേടി 5 കൊല്ലം സെർച്ച് ചെയ്ത് പല സ്ഥലത്തുള്ള വെള്ളവും എല്ലാം കണ്ടെത്തി പിടിക്കും. സെറ്റാക്കി നിർത്തും 5 കൊല്ലം. ഓക്കെ സെറ്റായി 5 കൊല്ലം അവനത് പണിയെടുക്കും. 5 കൊല്ലം മുകളിലേക്ക് ഒന്നും കാണില്ല. 5 കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരൊറ്റ വരവാ എല്ലാ ഊർജത്തിനെയും അതുവരെ കണ്ടെത്തി പിടിച്ച എല്ലാ ഡാറ്റയും എടുത്ത് ഒരൊറ്റ വളർച്ചയാ. 15 ദിവസം കൊണ്ട് ഏകദേശം 10-30 അടി ഹൈറ്റ് ആകും എന്ന് പറയും. നിങ്ങളുടെ വീടും തുളച്ച് മുകളിലേക്ക് ഈ ചെടി. അത്രയും ഹൈറ്റിലേക്ക് വളരും. സോ ചോദ്യത്തിന് ഉത്തരം എന്താ? അത് ആഴങ്ങളിലേക്ക് വളർന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഉള്ളിലേക്ക് മനുഷ്യനെ കുറിച്ച് ഇത് ഈ മുള മനുഷ്യനായാൽ എന്റെ സൈക്കോളജിസ്റ്റ് പറയുകയാണെങ്കിൽ അവന്റെ ആത്മാവിനെ അല്ലെങ്കിൽ അവന്റെ എനർജി അല്ലെങ്കിൽ അവന്റെ നോളജിനെ വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നർത്ഥം. 5 കൊല്ലം. അതിനുശേഷമാണ് എന്റെ വളർച്ച. അതിനുശേഷം തന്നെയാണ് ഞാനും പറഞ്ഞത്. ഞാനും ഇതുപോലെ ഡാറ്റ ശേഖരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ടാണ് ഈ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോഴും എനിക്ക് ഉത്തരം തരാൻ പറ്റുന്നത്. ഇത്രയും കൊല്ലം ഞാൻ പഠനങ്ങളായിരുന്നു. അതിനുശേഷം ആ വളർന്ന ടൈം വരുമ്പോൾ ഒരൊറ്റ വളർച്ചയാണ്. അതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എത്താനുള്ള കാരണം. അപ്പൊ കാര്യം മനസ്സിലായ? അപ്പൊ സ്വപ്ന സാക്ഷാത്കാരത്തിലാണോ നിങ്ങള് അതോ ആത്മസാക്ഷാത്കാരത്തിലാണോ നിങ്ങൾ ഇപ്പോൾ? ഇതാണ് ചോദ്യം. ഉത്തരം നിങ്ങൾ പറ. എന്നോട് പറയണ്ട. നിങ്ങൾ സ്വയം പറഞ്ഞാൽ മതി. നിങ്ങളിപ്പോ ഏത് ട്രാക്കിലാ പോയിക്കൊണ്ടിരിക്കുന്നത്? ആദ്യം പറ. ശരി. നിങ്ങൾ ഈ ട്രാക്ക് ഇനി ആത്മസാക്ഷാത്കാരത്തിലേക്ക് കടക്കാൻ കഴിയുമോ? അതിനൊരു ഉത്തരം കണ്ടുപിടിക്കുക. അത് അങ്ങനെ കടക്കാൻ എത്ര സമയം വേണ്ടി വരും? അതിനൊരു ഉത്തരം കണ്ടുപിടിക്കുക. അതും എഴുതി വയ്ക്കുക നോട്ടിൽ. ഇതൊക്കെയാണ് നിങ്ങളുടെ ട്രെയിനിങ്. അതായത് നിങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്വപ്ന സാക്ഷാത്കാരമാണോ അതോ ആത്മസാക്ഷാത്കാരത്തിലാണോ പോയിക്കൊണ്ടിരിക്കുന്നത്? നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരം എന്ത്? ആത്മസാക്ഷാത്കാരം എന്ത്? ആത്മാവിന്റെ സാക്ഷാത്കാരം എന്താണ്? രണ്ടും ഡിഫറെന്റ് എഴുതി വയ്ക്കുക. സ്വപ്നം എന്താ? പ്രേമിച്ചപ്പോ അതിനെ കെട്ടാണെങ്കിൽ ഇഷ്ടപ്പെട്ട ഭർത്താവ്, ഇഷ്ടപ്പെട്ട ഭാര്യ, ഇഷ്ടപ്പെട്ട കുട്ടികൾ, ഒരു ഡോക്ടർ, ഒരു എഞ്ചിനീയർ, വലിയ 2 നില വീട്, ഒരു ബെൻസ് കാറ്, അമേരിക്കയിൽ പോകണം, യൂറോപ്പിൽ പോകണം, വാട്ടവർ. അതെല്ലാം സ്വപ്നം. ആത്മാവ് വരുമ്പോ എന്ത് വരും? ആത്മാവ് എന്ത് വരും? കർമ്മ, DNA. അതായത് അച്ഛനന്മാരായിരുന്നു, അച്ഛനാരായിരുന്നു, അവരനുഭവിച്ച പ്രോബ്ലംസും സാക്രിഫൈസും പ്രശ്നങ്ങളും എന്തായിരുന്നു? അത് സോൾവ് ചെയ്യാനാണ് നിങ്ങൾ ഭൂമിയിൽ പിറവെടുത്തത്. യു ആർ എ പ്രോബ്ലം സോൾവർ. അപ്പൊ ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ, നാട്ടിലുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാനും എനിക്ക് സമാധാനം കിട്ടാനും സന്തോഷം കിട്ടാനും ആ പ്രോബ്ലം സോൾവ് ചെയ്യുന്നവരുടെ സമാധാനം കിട്ടുമെങ്കിൽ അതിലേക്ക് എത്തിച്ചേരാൻ എത്ര സമയം എടുക്കും? അതിനുവേണ്ടി എന്ത് ചെയ്യുന്നു? അതിനുവേണ്ടി ഒരു ദിവസം 45 മിനിറ്റ് നിങ്ങൾ എനിക്ക് വേണ്ടി ഇപ്പൊ 45 മിനിറ്റ് ചെലവാക്കുന്നില്ലേ? 1 മണിക്കൂർ. അതേപോലെ ഈ കോഴ്സ് കഴിയുമ്പോൾ 28 ദിവസം കഴിയുമ്പോൾ 28 ദിവസം കഴിയുന്ന സമയത്ത് ഇതേ 45 മിനിറ്റ് നിങ്ങൾക്ക് വീണുണ്ടല്ലോ. അപ്പൊ നിങ്ങളുടെ ആത്മസാക്ഷാത്കാരത്തിന് വേണ്ടി എന്ത് ചെയ്തു എന്നുള്ള ചോദ്യം അവിടെ ഉണ്ടാവും. ആ 45 മിനിറ്റ് അതിനുവേണ്ടി ചെലവാക്കുക. പ്രശ്നം സോൾവ്. മരിക്കുമ്പോ ചിരിച്ചുകൊണ്ട് മരിക്കാം. അല്ലെങ്കിൽ അതേപോലെ വീണ്ടും ഇവിടെ വരേണ്ടി വരും. ഇതേ കർമ്മം ഇത് തന്നെ ചെയ്യേണ്ടി വരും. ഒരു രക്ഷയില്ല. ഒരു രക്ഷയില്ല എന്നർത്ഥം. കാര്യം മനസ്സിലായോ? ഇതാണ് ജീവിതം. ഇത്രയുള്ളൂ കാര്യം. ഓക്കെ. അപ്പൊ നിങ്ങൾ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ പോണോ അതോ സ്വപ്നത്തിന്റെ പുറകിൽ പോണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. നിങ്ങളെ ഫാമിലിയോട് ഡിസ്കസ് ചെയ്യുക. കുട്ടിയുടെ വലുതായാൽ ഡിസ്കസ് ചെയ്യുക. മക്കളെ നിങ്ങൾ സംഭവം ഉണ്ട്. ഒരാള് പറഞ്ഞു. എന്റെ പേരൊന്നും പറയണ്ടെന്നേ. നിങ്ങൾ എന്റെ പേരൊന്നും പറയണ്ട. നിങ്ങൾ നിങ്ങളുടെ ഭാര്യയും മക്കളെ വിളിക്കുക. ആരാണ് എല്ലാവരും ഭക്ഷണം കഴിക്കുമ്പോൾ ഇരിക്കില്ല ഒരുമിച്ച്? രണ്ടും ഒന്നിച്ച് പോകുമല്ലോ. എന്താ പറഞ്ഞ രണ്ടിനും ഒരു പരിധി ഉണ്ടല്ലോ. 50 വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആരെയും നഷ്ടപ്പെടില്ലേ? ഓക്കെ. അപ്പൊ അതിന് ബിസിനസ് ചെയ്ത് വെക്കണം.
ബിസിനസ് ബാങ്കിലിടാൻ ഞാൻ പറഞ്ഞതുകൊണ്ടല്ലേ. ബാങ്കിലിടാന്ന് പറഞ്ഞ ബിസിനസ്. എന്നിട്ട് നിങ്ങളുടെ മക്കളോട് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമിച്ചിരിക്കില്ലേ? അപ്പൊ നിങ്ങൾ കഥ പറയാം മക്കളെ. ഒരാളെ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞു. എന്റെ പേരൊന്നും പറയാനൊന്നും വേണ്ട. സംഭവം പറഞ്ഞു. നമുക്ക് സ്വപ്ന സാക്ഷാത്കാരമുണ്ട്, ആത്മസാക്ഷാത്കാരമുണ്ട്. അപ്പൊ നമ്മളിപ്പോ സ്വപ്നത്തിലാണോ അതോ ആത്മാവിലാണോ എന്താ സംഭവം? നിങ്ങൾ അവരോട് ചോദിക്കുക. അല്ലാണ്ട് നിങ്ങൾക്ക് അറിയാത്ത പോലെ നിങ്ങൾ അഭിനയിക്കുക. അല്ലാണ്ട് നിങ്ങൾ എല്ലാവരുടെ പോലെ ഞാൻ ഉത്തരം തരാം, നമ്മൾ സ്വപ്നത്തിലൂടെയാണ് പോകുന്നത്, അങ്ങനെ പറയരുത്. നിങ്ങൾ എപ്പോഴും സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് അറിവില്ലായ്മയോടെ പോലെ സംസാരിച്ച് അവരെ പഠിക്കാൻ അങ്ങനെയാണ് ശ്രമിക്കേണ്ടത് എപ്പോഴും. നിങ്ങളിപ്പോ ഈ ക്ലാസ് ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾ നാളെ പോയിട്ട് അതേ മക്കളെ 2 കാര്യമുണ്ട്. ഒന്ന് സ്വപ്ന സർക്കാരും അതോ അമ്മൊന്ന് പോയേ, അച്ഛന്ന് പോയേ, ഞങ്ങളിവിടെ ഗെയിം കളിക്കട്ടെ, ഞങ്ങൾ ടീം ആണെന്ന് പറയും. നിങ്ങൾ അങ്ങനെ പറയരുത്. നിങ്ങൾ അങ്ങനെയല്ല സംസാരിക്കേണ്ടത്. നിങ്ങൾ അവരോട് ഡിസ്കഷൻ ആണ് വേണ്ടത്. എനിക്ക് ഇങ്ങനെ അറിവുണ്ട്. അപ്പൊ അവര് അമ്മയ്ക്ക് അറിയില്ലേ, ഞാൻ പറഞ്ഞു തരാം, ഞാൻ വലിയ ആള്, അച്ഛനറിയില്ലേ, ഞാൻ പറഞ്ഞുതരാം, എന്നിട്ട് അവര് ഇങ്ങോട്ട് പറയാൻ ശ്രമിക്കും. അപ്പോഴാണ് അവരെ പിടിക്കുക നമ്മള്. അല്ലല്ലോ അങ്ങനെയല്ല, അതിങ്ങനെയല്ലേ, അല്ലല്ലോ അങ്ങനെയല്ലോ ഇങ്ങനെയല്ല. അപ്പൊ അവര് ചിന്തിക്കും അത് ശരിയാണല്ലോ. അങ്ങനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ട് പഠിപ്പിക്കാൻ പോയാൽ പറയും അച്ഛനും അമ്മയും എന്നെ പഠിപ്പിക്കാൻ നിൽക്കണ്ട, നിങ്ങൾ നിങ്ങളുടെ വഴി നോക്ക്, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴികളുണ്ട്. മനസ്സിലായോ? ഉം. ഇതാണ് സംഭവം. അപ്പൊ അങ്ങനെ വിടണം. നിങ്ങൾക്ക് അതാ പറഞ്ഞ കുട്ടികളോട് എങ്ങനെ ചോദ്യം ചോദിക്കണമെന്നും കുട്ടികളെ ഇന്നത്തെ ലൈവ് കുറെ കൂടി ഞാൻ ഫേമസ് ആയിരുന്നു. അപ്പൊ നിങ്ങൾ എന്റെ ലൈവ് ആദ്യമായിട്ട് കാണുന്നത് അർത്ഥം. അപ്പൊ നിങ്ങൾ എന്റെ ലൈവ് ആദ്യമായിട്ടാണ് കാണുന്നത്. ഓക്കെ. അപ്പോ നിങ്ങള് കുട്ടികളോട് എങ്ങനെ ചോദ്യം ചോദിക്കണമെന്നും ആ വീട്ടിലല്ലേ, കുട്ടികളോട് എങ്ങനെ ചോദ്യം ചോദിക്കണമെന്നും കുട്ടികളോട് എങ്ങനെ പെരുമാറണമെന്നും കുട്ടികളോട് ഏത് രീതിയിലാണ് ഇടപെടുന്നത് നിങ്ങൾക്ക് അറിയില്ല. ഇവിടെ ഞാൻ വീരാതിവീര ശിവരാശിവര ഞാൻ വലിയ സംഭവം കുട്ടികൾ നമ്മന്ന് പോയേ അമ്മയ്ക്ക് ഇന്റർനെറ്റ് എന്താ പറയും. അമ്മയ്ക്ക് എനിക്ക് സൂം മീറ്റിങ്ങും ഗൂഗിൾ മീറ്റും പോലും ഉപയോഗിക്കാൻ അറിയാത്ത അമ്മയാണ് ഞങ്ങളെ വിളിക്കാൻ വരുന്നത്. ഇതാണ് പ്രശ്നം. കാര്യം മനസ്സിലായോ? സോ നിങ്ങളുടെ ചിന്താരീതിയും ആറ്റിറ്റ്യൂഡും മാറ്റിയാൽ തന്നെ പ്രശ്നം കുറെ തീരും. ഓക്കെ. ചെറുപ്പം തൊട്ടേ അത് കൊണ്ടുവരണമായിരുന്നു. അത് പറ്റിയില്ല. ശരി, ഇവിടുന്നെങ്കിലും നിങ്ങൾ അങ്ങനെ പോകാൻ ശ്രമിക്കുക. സോ നിങ്ങളുടെ മക്കളെ ഉണ്ടല്ലോ, പിള്ളേരുണ്ടല്ലോ, അവരെങ്കിലും ഒരു ട്രാക്കിൽ വിടാൻ ശ്രമിക്കുക. ഓക്കെ. എനിക്ക് ഇപ്പോ വെക്കേഷൻ ആയതുകൊണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു കോഴ്സ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. ബട്ട് എനിക്ക് കുറെ കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാനുണ്ട്. ഇൻഫർമേഷൻസ് ഇതുപോലെ ഒരുപാട് നിങ്ങളുടെക്കല്ല, കുട്ടികളുടെ സൈക്കോളജിക്ക് ആവുന്ന രീതിയിൽ. അതായത് ഒരു 6ാം ക്ലാസ് പഠിക്കുന്ന കുട്ടികൾ മുതൽ ഒരു +1 +2 എത്ര 10-20 വയസ്സായാലും കുഴപ്പമില്ല. അത് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഒരു അവരെ അടുത്ത ലെവലിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു കോഴ്സ് ചെയ്യണം എന്നൊരു ആഗ്രഹമുണ്ട്. ബട്ട് നടക്കുമെന്ന് എനിക്കറിയില്ല. അതാ പറയാം, ഇതിന് സമയം വേണ്ടേ, ടൈം വേണ്ടേ. ഇവിടെ മറ്റേ അഡ്മിന്മാർ തന്നെ കുറെ പേരുണ്ട്. അവർക്ക് കിടന്നുറങ്ങവും ഇതൊന്നും ശ്രദ്ധിക്കാനുള്ള സമയമില്ല. വേറെ കാര്യം അവരെവിടൊക്കെ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് തന്നെ ഒരു പിടുത്തില്ല. അവരെവിടെയാണെന്ന് പോലും എനിക്കൊരു ഐഡിയ ഇല്ല. എപ്പോ പോണു എപ്പോ വരണം ഒരു ഐഡിയ ഇല്ല. അനൂപ് കൂടെ വന്നപ്പോ ശബ്ദം കേട്ടപ്പോ അവിടെ ഉണ്ടെന്ന് മനസ്സിലായി. അവിടെ ഉണ്ടല്ലേ. എവിടെയാണ്, എന്താണ്, എന്ത് ചെയ്യണമെന്ന് ഒരു സംഭവമില്ല. സോ അപ്പൊ അവരൊക്കെ പ്രോപ്പറായിട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എനിക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം അവർക്ക് ഗൈഡൻസ് കൊടുക്കണം. ആഹ് അവർക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം. അവരെത്ര കുട്ടികൾ ഇന്നത് ചെയ്യുന്നുണ്ട്, ഇന്നത് ചെയ്യുന്നതിന് ഗൈഡൻസ് വേണം. ഇതൊന്നും അവരെ കൊണ്ട് കൂട്ടിക്കൊടുത്ത് തോന്നുന്നില്ല. അങ്ങനെ ഒരു ഉണ്ടെങ്കിൽ മാത്രം എനിക്കത് എനിക്ക് തന്നെ അവരെ ഗൈഡൻസ് ചെയ്യും. എനിക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രം പറ്റുള്ളൂ. ഇങ്ങനെ പോ, ഇങ്ങനെ പോ, ഇങ്ങനെ പോ, ഇങ്ങനെ പോകുന്നു. അവരെ ചെയ്യുന്നുണ്ടോ എന്ന് എനിക്ക് അറിയില്ല. ഞാന് ഞാന് അതുപോലെ തന്നെ കുട്ടികൾക്ക് ട്രെയിനിങ് കൊടുത്ത ബലൂൺ ആർട്ട്. ബലൂൺ. കുട്ടികൾ ആ ബലൂണിന്റെ പരിപാടി പഠിച്ചുകൊണ്ട് 15 ദിവസം. അത് ഹരീഷ് താലയുടെ വീഡിയോയിലുണ്ട്. ഞാൻ വേണമെങ്കിൽ ലിങ്ക് ഇട്ടുതരാം. ഹരീഷ് താളിയുടെ വീഡിയോയില് അതുണ്ട്. വെറും 15 ദിവസം കൊണ്ട് ഞാൻ കുട്ടികളെ ട്രെയിനിങ് കൊടുത്ത് എടുത്തിട്ടുണ്ട്. വെറും 15 ദിവസം കൊണ്ട്. കുട്ടികളുടെയും അവരുടെ വീട്ടുകാരൊക്കെ കിളി പറന്നു പോയി. അപ്പൊ ഞാൻ ബലൂണിലും മാജിക്കിലും മാത്രം ട്രെയിനിങ് കൊടുത്തിട്ടാ. ബാക്കി സൈക്കോളജി ട്രെയിനിങ് ഒന്നും ഞാൻ കൊടുത്തിട്ടില്ല. അല്ലാതെ തന്നെ അപ്പൊ അതുകൊണ്ട് എനിക്ക് ഓൺലൈൻ വഴി എനിക്ക് നിങ്ങളുടെ കുട്ടികളുടെ ഫീൽഡിൽ തന്നെ പുറത്ത് വിടാൻ പറ്റും. നമ്മുടെ കോഴ്സിന് പങ്കെടുത്ത നിങ്ങളുടെ കുട്ടികൾ നിങ്ങളുടെ കുട്ടികൾ അല്ലാതായി മാറും. നിങ്ങൾ തന്നെ പറയും. നിങ്ങൾ തന്നെ മാറിയില്ലേ ഇപ്പൊ കുറെ. നിങ്ങളെ മക്കള് പറയും അമ്മ കുറെ മാറി, ഉമ്മ കുറെ മാറി, ചേച്ചി കുറെ മാറി എന്നൊക്കെ. അതേപോലെ നിങ്ങൾ കുട്ടികളെ കൊണ്ട് പറയണ്ട. നീ കുറെ മാറില്ലെന്ന് നമ്മുടെ കോഴ്സിൽ പറ്റും. നമ്മുടെ കോഴ്സിൽ വന്നു കഴിഞ്ഞാല് കുട്ടികളെ എടുത്തു കഴിഞ്ഞാൽ ഒരു മാസം കൊണ്ട് കുട്ടികളുടെ സൈക്കോളജി മൊത്തം മാറും. കംപ്ലീറ്റ് സൈക്കോളജി മാറും. ചിന്താരീതി, പ്രവർത്തിക്കുന്ന രീതി, ഭക്ഷണം ഉണ്ടാക്കുന്ന നിങ്ങൾ കഴിക്കുന്ന രീതി, ഇരിക്കുന്ന രീതി തുടങ്ങി സൈക്കോളജി, ആറ്റിറ്റ്യൂഡ്, കല എല്ലാം മാറും. പക്ഷെ ഞാൻ സമയം ഉണ്ടാക്കും. പക്ഷെ ഇത് കൺട്രോൾ ചെയ്യാൻ അതിനുള്ള ആളുകൾ വരുമ്പോഴേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അർത്ഥം. അതാണ് കാര്യം. ഓക്കെ. ഒരുപാട് കുട്ടികളുടെ സൈക്കോളജി ഒക്കെ ഒരുപാട് ട്രെയിനിങ് ഞാൻ കൊടുത്തിട്ടുണ്ട് പിള്ളേർ പല രീതിയിൽ. പക്ഷെ അതൊന്നും ഇപ്പൊ നമുക്ക് പറ്റും തോന്നുന്നില്ലേ. ഞാൻ നോക്കട്ടെ, ആലോചിച്ചോട്ടെ. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ.
അപ്പൊ ഇന്ന് എന്താ പഠിച്ച ആത്മസാക്ഷാത്കാരം ഓർ സ്വപ്ന സാക്ഷാത്കാരം. സ്വപ്നവും നമ്മുടെ സ്വപ്നവും ആത്മാവും തമ്മിലുള്ള ഡിഫറൻസ്, ആത്മീയ സ്വപ്നങ്ങളും നമ്മുടെ സ്വപ്നം തമ്മിലുള്ള ഡിഫറൻസ് എന്താന്ന് മനസ്സിലാക്കി. നിങ്ങൾ ഏതിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് നോക്കിയാൽ നിങ്ങൾ പറയും ചിരി വരും. കുറച്ചു നേരം നിങ്ങൾ ചിരിച്ചോളും. പിന്നെ മനസ്സിലായി എവിടേക്കോ പാളിച്ച പറ്റി, എവിടെ നിന്നൊക്കെയോ ട്രാക്ക് മാറ്റണമായിരുന്നു, അവിടെ മാറ്റിയില്ല. സോ ഒന്നും മാറ്റാൻ പോകാനല്ലേ അടുത്തതിൽ കയറാൻ. ഒരാള് ഇതാണ് സംഭവം. അത്രയുള്ള കാര്യം. ഓക്കെ, അങ്ങനെ ആയിക്കോട്ടെ. നാളെ കാണാം. ബൈ. താങ്ക് യു. ശുഭദിനം. ഓക്കെ, ബൈ. താങ്ക് യു. Thank you. sir. താങ്ക് യു. Thank you. ഓക്കെ, താങ്ക് യു. റെക്കോർഡിംഗ് സ്റ്റോപ്പ് ചെയ്തോട്ടോ. Recording stopped.